ഇല്ല, ആ ഡബിൾ ബാക്ക് സ്ലാഷ് ഒന്നുകിൽ ഫസ്റ്റ് ഇക്വേഷൻ എൻഡിൽ അല്ലെ രണ്ടാമത്തെ ഇക്വേഷൻ തുടക്കത്തിൽ കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. ഓ ഓക്കെ ഓക്കെ, അങ്ങനെയാണ് എന്തെങ്കിലും ടൈപ്പിംഗ് എറർ ആയിരിക്കും. ഞാനൊരു സ്ക്രീൻഷോട്ട് അയക്കാൻ പറഞ്ഞായിരുന്നു. എന്തെങ്കിലും ചെറിയ ടൈപ്പിംഗ് എറർ ആയിരിക്കും. ഓക്കെ മാഡം, ഓക്കെ. സാധാരണ നമ്മൾ എപ്പോഴും നമ്മൾ ടെക്സ്റ്റ് ഒക്കെ ആണെങ്കിൽ സ്ലാഷ് ന്യൂ ലൈൻ എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത ലൈനിലേക്ക് പോകും. അതിന്റെ ആവശ്യമില്ല. ഡബിൾ ബാക്ക് സ്ലാഷ് വെച്ച് തന്നെ നമുക്ക് ഒരുമാതിരിപ്പെട്ട കാര്യങ്ങളൊക്കെ നടത്താവുന്നതേ ഉള്ളൂ. ഓക്കെ മാഡം, ഓക്കെ ഓക്കെ. പിന്നെ ഈ ഫോൺ സ്റ്റൈല് ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ ടൈംസ് ന്യൂ റോമൻ, കാലിബറി അങ്ങനത്തെ ഒരു സെറ്റിംഗ് ഉണ്ടോ ഇതില്? ഇതില് എനിക്കൊന്ന് എന്തോ കമ്പ്യൂട്ടർ മോഡേൺ എന്നങ്ങാണ്ട് പറഞ്ഞിട്ട് ഒരു ഫോൺ സ്റ്റൈൽ, ഒരു ഫാമിലി ഓഫ് ഫോൺസ് ആണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. പിന്നെ അത് മാറ്റാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതാണ് ഇൻപുട്ട് എങ്കെന്നോ അങ്ങനെ എന്തൊക്കെയോ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അപ്പം യൂഷ്വലി നമ്മള് ലാപ്ടോപ്പിന്റെ ഒരു ബ്യൂട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫോണിന്റെ ഒക്കെ ആണല്ലോ അതിന്റെ ഒരു ഭംഗി. അതുകൊണ്ട് മിക്കവാറും നമ്മളൊന്നും അത് മാറ്റാൻ നോക്കാറില്ല. പിന്നെ അങ്ങനെയുള്ള ഓപ്ഷൻസും ഉണ്ട്. ഫോൺ സ്റ്റൈല് മാറ്റാനുള്ള ഓപ്ഷൻസും എല്ലാം അവൈലബിൾ ആണ്. ഫോൺ സ്റ്റൈല് മാറ്റാം, സൈസ് മാറ്റാം. അങ്ങനെ നമുക്ക് കസ്റ്റമൈസേഷൻ ഇഷ്ടം പോലെ നമുക്ക് വേണ്ട രീതിയിൽ ചെയ്യാൻ തന്നെ പറ്റും. ഇത് എക്സ്പ്ലോർ ചെയ്താൽ മതി അല്ലേ മാഡം? ഇത് എക്സ്പ്ലോർ ചെയ്താൽ മതി. ഞാനിന്ന് കുറെ ലിങ്ക്സ് ഒക്കെ ഞാൻ യൂസ് ചെയ്തിരുന്ന കുറെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഷെയർ ചെയ്യാം. അതിനകത്ത് ലാറ്റക്കിന്റെ ട്യൂട്ടോറിയൽ ഉണ്ട്, ബീമറിന്റെ ട്യൂട്ടോറിയൽ ഉണ്ട്. അങ്ങനെ കുറെ ലിങ്ക്സ് ഒക്കെ ഞാൻ തരാം. അപ്പൊ അത് കുട്ടികൾക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പൊ അവർ ഉപയോഗിക്കത്തില്ലായിരിക്കും, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അവർക്ക് അത് റെഫർ ചെയ്യാം. ഓക്കെ മാഡം, ഓക്കെ. പിന്നെ ഈ കോഡുകളില്ലേ മാഡം, അത് എവിടെയെങ്കിലും മറ്റേ ഒരു ബുക്ക് പോലോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഈ #big/begin അങ്ങനത്തെ കോഡുകൾ എവിടെയെങ്കിലും കൺസോളിഡേറ്റ് ചെയ്തിട്ടുണ്ടോ? അത് മിക്കവാറും ഒക്കെ നമ്മളിപ്പോ ഇക്വേഷൻ എൻവയൺമെന്റ്സ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ഇക്വേഷൻ എൻവയൺമെന്റ്സ് ഒക്കെ ലിസ്റ്റ് ചെയ്ത് നമുക്ക് കിട്ടും നെറ്റിൽ നിന്ന്. അങ്ങനെ ബൈ നെയിം, ഇപ്പം ടേബിൾ എൻവയൺമെന്റ്സ്, ഡിഫറെന്റ് ടേബിൾസ് ഇൻ ലാറ്റക് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പല ടൈപ്പ് ഓഫ് ടേബിൾസ് നമുക്ക് ഇങ്ങ് കിട്ടും. അതിന്റെ സോഴ്സ് കോഡും ഉൾപ്പെടെ നമുക്ക് കിട്ടും. അങ്ങനെ സ്പെസിഫിക് ആയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. എല്ലാത്തിന്റെ അവസാനം യൂസ്ഡ് ഇൻ ലാറ്റക് എന്ന് കൂടെ ചേർക്കാൻ മറക്കരുത്. കാരണം അല്ലെങ്കിൽ അവർ ഓട്ടോമാറ്റിക്കലി വേർഡിനകത്ത് അങ്ങനെ MS ഓഫീസിനകത്ത് യൂസ് ചെയ്യുന്ന കമാൻഡ്സ്, യൂസ് ചെയ്യുന്ന സ്റ്റൈലൊക്കെ ആയിരിക്കും അയച്ചു തരുന്നത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാം ഒരു ക്ലിക്കിന്റെ ഡിസ്റ്റൻസിലല്ലേ ഉള്ളൂ. എല്ലാം ഇപ്പൊ റെഡിലി അവൈലബിൾ ആണ്. അപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും കുട്ടികൾക്ക് കിട്ടും. അതെ, ഞാൻ യൂസ് ചെയ്ത് മിക്കവാറും ഒക്കെ നമ്മൾക്ക് ഒരു ഹാൻഡി ആയിട്ട് കിട്ടുന്ന കുറെ ലിങ്ക്സ് ഒക്കെ ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാം. ഞാൻ അതെല്ലാം കൂടെ ഒന്ന് കൺസോൾഡേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതെല്ലാം ഞാൻ ഇന്ന് ഷെയർ ചെയ്ത് തരാം. ആനുവിന്റെ മെയിലിലേക്ക് ഞാൻ അയക്കാം. ഇന്ന് പ്രസന്റേഷന്റെ കുറിച്ചാണോ മാഡം ഇന്ന് പഠിപ്പിക്കുക? അതെ, ബീമർ പ്രസന്റേഷൻ, നമ്മളെ പ്രസന്റേഷൻ സ്റ്റൈലിനെ പറ്റിയാ. ഓക്കെ മാഡം. ഇന്ന് HOD മാഡം ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ. ഈ ഓവർലീഫ് എന്ന് പറഞ്ഞൊരു സൈറ്റ് ഉണ്ടല്ലോ, ഈ ലാറ്റക്കിന്റെ ഓൺലൈൻ. ഉണ്ട്. അതിനെപ്പറ്റി എന്താ മിസ്സിന്റെ ഒരു സജഷൻ? എങ്ങനെയാണ് ഓവർലീഫിനകത്ത് ഇതുപോലെ ഒരുപാട് നമുക്ക് ക്വയറീസ് ഒക്കെ മിക്കവാറും ഒക്കെ അതിനകത്ത് ആൻസർ ചെയ്ത് കിട്ടും. നല്ലതാണ്. ഒരു ടെക് യൂസർ ഗ്രൂപ്പ് ആണത്. അതെനിക്ക് തോന്നുന്നു ഞാനിപ്പം നിങ്ങൾക്ക് വേണ്ടി എടുത്തിട്ട് കുറെ ലിങ്ക്സിനകത്ത് ഈ ഓവർലീഫും ഉണ്ട് അതിനകത്ത്. ടെക് യൂസർ ഗ്രൂപ്പ്സ് ഒക്കെ തന്നെ നല്ലതാ. ഒരുപാട് നമുക്ക് മിക്കവാറും നമുക്ക് വരുന്ന പ്രശ്നങ്ങൾ അതിനകത്തുനിന്ന് ടൈപ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ എക്സാക്ട്ലി ആ സെയിം ക്വസ്റ്റ്യൻ അവിടെ ആൻസർ വേറെ ആർക്കെങ്കിലും ഒക്കെ വേണ്ടി ആൻസർ ചെയ്ത് കിടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ഇന്ററാക്ഷൻ. പിന്നെ ഈ ടെക് യൂസർ ഗ്രൂപ്പിനകത്ത് നമ്മളൊന്ന് രജിസ്റ്റർ ചെയ്യുവാണെങ്കിൽ നമുക്ക് പേഴ്സണലി നമ്മുടെ വേറെ എന്തെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്ത് ചോദിക്കാനും പറ്റും. അപ്പൊ അത് ഇങ്ങനെ എല്ലാവർക്കും വിസിബിൾ ആവത്തക്ക രീതിയിൽ അതിനകത്ത് നമുക്ക് ക്വസ്റ്റ്യൻ പോസ്റ്റ് ചെയ്യാം. അപ്പൊ ആരെങ്കിലും ഒക്കെ ഏതെങ്കിലും ഒക്കെ കോണിൽ നിന്ന് അതിന് ആൻസറും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഓവർലീഫ് നല്ലതാണ്.
ഞാൻ ഉപയോഗിക്കാറുണ്ട്. കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ലാറ്റക്കിന്റെ ഒരു കമ്മ്യൂണിറ്റിയാണ്. അതെ അതെ അതെ. പിന്നെ അതുപോലെ വേറൊരു കാര്യം ഞാൻ മറന്നു പോകുന്നതിന് മുമ്പേ, IIT ബോംബെയുടെ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ഉണ്ട്. അതിനകത്ത് അത് ഉള്ള കുട്ടികൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് പറയുന്നത്. IIT ബോംബെയുടെ സ്പോക്കൺ ട്യൂട്ടോറിയൽ പ്രോജക്റ്റ് ഉണ്ട്. അപ്പം spokentutorial.org എന്ന് പറഞ്ഞ സൈറ്റിൽ കയറി നോക്കാം. അവര് സോഫ്റ്റ്വെയർ ട്രെയിനിങ് ആണ് ഓഫർ ചെയ്യുന്നത്. അപ്പം അതിന് ഈ NPTELന്റെ കോഴ്സസ് ആയിട്ടും അത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്തും ലാറ്റക്കിന്റെ ക്ലാസ്സസ് ഉണ്ട്. പിന്നെ ബേസിക്കലി അതൊരു സോഫ്റ്റ്വെയർ ട്രെയിനിങ് പ്ലാറ്റ്ഫോം ആണ്. അപ്പൊ അവര് വീഡിയോസ് ഷെയർ ചെയ്യും. അപ്പൊ അതിനകത്ത് അതിന്റെ സോഴ്സ് ഫയൽ ഉൾപ്പെടെ ആയിരിക്കും അവർ ഷെയർ ചെയ്യുന്നത്. അത് വളരെ നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. അത് നോട്ട് ജസ്റ്റ് ലാറ്റക് ബട്ട് എല്ലാ സോഫ്റ്റ്വെയർസും അതിനകത്ത് അവർ ഡീൽ ചെയ്യുന്നുണ്ട്. പൈത്തണോ, ഇപ്പം ജിയോജിബ്ര, അങ്ങനെ ഇഷ്ടംപോലെ സോഫ്റ്റ്വെയർസിന്റെ ക്ലാസ്സസ് അവര് സ്പോക്കൺ ട്യൂട്ടോറിയലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ സൈറ്റിൽ ഒന്ന് കയറി നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും അത് ഒരു സ്പോക്കൺ ട്യൂട്ടോറിയലിന്റെ സർട്ടിഫിക്കേഷൻ എക്സാം നടക്കുന്നത് ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷനുമായിട്ട് ലിങ്ക് ചെയ്താണ്. അതർവൈസ് സ്പോക്കൺ ട്യൂട്ടോറിയൽ നമുക്ക് വെറുതെ കയറി പഠിക്കാൻ വേണ്ടിയിട്ട് അത് കയറി കാണാം. അത് വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. IIT ബോംബെയിലെ പ്രൊഫസേഴ്സ് ആണ് അവരുടെ ക്ലാസിന്റെ സോഫ്റ്റ്വെയറിന്റെ ക്ലാസ്സിനെ പറ്റിയുള്ള വീഡിയോസ് ആണ് അവർ അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. ലാറ്റക്കിന്റെയൊക്കെ വളരെ നല്ല ട്യൂട്ടോറിയൽസ് അതിനകത്ത് അവൈലബിൾ ആണ്. അത് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ളവര് ജസ്റ്റ് ഒന്ന് കയറി നോക്കുക. എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ആവശ്യം തോന്നുമ്പോൾ അതിനകത്തൊന്ന് കയറി നോക്കുക. അപ്പം വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരുപാട് സജഷൻസ് ഒക്കെ അതിനകത്ത് കിട്ടും. മൺഡേ മുതലൊരു സൈലാബിന്റെ ഒരു കോഴ്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് തോന്നുന്നു IIT ബോംബെ. മാറ്റ്ലാബിന്റെ ഓപ്പൺ സോഴ്സ് ആയിട്ടുള്ള സൈലാബ്. ഓക്കെ ഓക്കെ. അത് ഫ്രീ സോഫ്റ്റ്വെയർ ആണ് സൈലാബ്. അത് ഈ സ്പോക്കൺ ട്യൂട്ടോറിയൽ വഴിയുണ്ടോ? അതുവഴിയാണോ എന്ന് അറിയില്ല കേട്ടോ. അതുവഴിയാണ് ട്രെയിൻ ചെയ്യുന്നത് സർ. അല്ലേ? അതെ അതെ. ഞാൻ ഇടയ്ക്കിടയ്ക്ക് അതിനകത്ത് കയറി ഓരോ കോഴ്സസ് ഞാൻ ചെയ്യാറുണ്ട്. അപ്പം ലാസ്റ്റ് ഞാൻ ജിയോജിബ്രയുടെ ഒരു കോഴ്സ് ഒക്കെ സ്പോക്കൺ ട്യൂട്ടോറിയൽ വഴി, വേറെ ഒന്നിനും അല്ല, സർട്ടിഫിക്കറ്റിനും ഒന്നിനും വേണ്ടിയിട്ടില്ല, നമുക്ക് കുറെ പഠിക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ഫെമിന മേഡം ഒരു പ്രപ്പോസൽ വെച്ചിട്ടുണ്ട്. ഈ സ്പോക്കൺ ട്യൂട്ടോറിയല് കോളേജിനൊരു ഇതെടുക്കാം മാഡം, പാർട്ട്ണർഷിപ്പ്. അത് 25,000 പേ ചെയ്താല് ഒരു വർഷത്തേക്ക് 1000 സർട്ടിഫിക്കറ്റ് കോഴ്സസ് പിള്ളേർക്ക് ചെയ്യാവുന്നൊരെണ്ണമുണ്ട്. ചെയ്യാൻ പറ്റും. അതാണ്. അതപ്പോ എക്സാം നമ്മൾ തന്നെ കണ്ടക്ട് ചെയ്താൽ മതി. കണ്ടക്ട് ചെയ്യുന്ന അപ്പൊ പിള്ളേർക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും. അതെ അതെ. IIT ബോംബെയുടെ വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് പിള്ളേർക്ക് ഏകദേശം 25 റുപ്പീസേ കോസ്റ്റ് വരുന്നുള്ളൂ ഒരു സ്റ്റുഡന്റിന്. അത് പ്രിൻസിപ്പളുമായിട്ട് കൺവേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഡിസിഷൻ ഒന്നും അറിയില്ല. അത് കിട്ടുവാണെങ്കിൽ നല്ലതാ. അതെ അതെ അതെ. സാറേ, മിസ് ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് പതുക്കെ സ്റ്റാർട്ട് ചെയ്താലോ അല്ലേ ടീന മാം? 57 സ്റ്റുഡൻസ്, 55 സ്റ്റുഡൻസ് ഉണ്ട്. ജോയിൻ ചെയ്തു. 2 മിനിറ്റ് കൂടി ജോയിൻ 7:35 ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ ഓക്കെ ആയിക്കോട്ടെ.
സ്റ്റാർട്ട് ചെയ്താലോ സാറേ? സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? 7:36. ഓക്കെ. ടീന മാം. Okay, Anu, I am ready. Okay. So സാർ ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? ബ്രേക്ക് ആവുന്നുണ്ട്. Of workshops, we will start session, and session is so I will Okay. hello സാർ കേട്ടില്ല ഒന്നും. എനിവേ സ്റ്റാർട്ട് ചെയ്യാം സാർ. ക്ലിയർ അല്ലായിരുന്നു സാർ, കുഴപ്പമില്ല. സ്റ്റാർട്ട് ചെയ്യാം. പിന്നെ വേണം. Okay. So good evening, dear students. So today is our last session. I hope you have got some idea regarding the LaTeX article preparation and basic LaTeX commands. Now, as a last session, I would like to draw your attention to a presentation in Beamer, a presentation in LaTeX. The presentation in LaTeX is called a Beamer presentation. It is denoted by the document class Beamer. So I shall show you a Beamer presentation. So together we shall try to explore a Beamer presentation and let us see how it can be done. So hope you are all ready with your laptop. So you may all type along with me and let us see how a Beamer presentation get compiled. And so let me share my screen. Can you see my screen? Screen കാണാമോ? Is it visible? Yes, ma'am, it is visible. Oh, okay. So, ഇവിടെ on the left, as usual, on the left, I have the Madam, just a minute. Femina, our HOD Femina madam also joined the presentation. We welcome you, ma'am, to the workshop. Okay. You continue. No. Okay, madam. Good evening, Dina. I'm hearing you. Okay, continue. No need to waste your time. Okay. I'll be here. Okay. So, as usual, on the left side is my source code. On the right-hand side, we have the presentation. Now, before we get into the presentation, let me show a file, a window from Google Chrome. It is Beamer Theme Gallery. Can you see this Beamer Theme Gallery? Okay. Yes, ma'am. Yes. So, as you can see here, this is a Beamer Theme Gallery. You may note down 1 or 2 themes from here so that we can type that particular theme into our LaTeX source file. ഒന്നോ രണ്ടോ തീംസ് നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക so that you can use that in your Beamer presentation. ഏതെങ്കിലും 1-2 and make sure that അതിന്റെ ഫോണ്ട് കറക്റ്റ് ആയിരിക്കണം, അത് ക്യാപിറ്റൽ ലെറ്റേഴ്സ് അങ്ങനെ ആയിരിക്കണം. So make sure that it is correctly written. So please do note down a few color themes, at least 1 or 2. First one, Ann Arbor, then Antibes, Bergen, Berkeley, Berlin. അതിന്റെ ആ പ്രസന്റേഷൻ സ്റ്റൈലാണ് ഓരോന്നിന്റെയും താഴെ കാണുന്നത്. കുറച്ച് വിസിബിൾ ആണോ? ഇത് ക്ലിയർ ആണോ? ഓക്കെ ആണോ? കുഴപ്പമില്ല. നെയിംസ് ക്ലിയർ ആയിട്ട് കാണാം.
Okay. Boxes, Cambridge US. Cambridge US ഒരു നല്ല സ്റ്റൈലാണ്, നല്ല സ്റ്റൈൽ ഓഫ് പ്രസന്റേഷൻ ആണ്. ദെൻ ഡിഫോൾട്ട് പ്രസന്റേഷൻ, നമ്മൾ ഒരു തീമും കൊടുത്തില്ലെങ്കിൽ വരുന്ന പ്രസന്റേഷൻ ആണത്. ഫ്രാങ്ക്ഫർട്ട്, ഹാനോവർ. ഇതിനകത്ത് നിങ്ങൾക്ക് അപ്പീലിംഗ് ആയിട്ട് തോന്നുന്ന ഒന്നോ രണ്ടോ എണ്ണം ഒന്ന് നോട്ട് ചെയ്തിരിക്കുക. മാഡ്രിഡ്, ദാറ്റ്സ് ഓൾസോ എ നൈസ് സ്റ്റൈൽ ഓഫ് പ്രസന്റിംഗ്. സിംഗപ്പൂർ, വാർസോ. സോ ഇത്രയും തീംസ് ആണ് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ എൻ്റെ പ്രസന്റേഷൻ എടുത്തിരിക്കുന്നത് ഈ തീമിലാണ്, വാർസോ എന്ന് പറഞ്ഞ തീമിലാണ് എടുത്തിരിക്കുന്നത്. സോ യു മേ നോട്ട് ഡൗൺ 1 or 2 themes. Now let me get back to my tech file. Okay, so we are going to start doing a presentation by ourselves. So please do type in the first command of our LaTeX document. It is as always \document class. Pillare ready ആണോ? ലാപ്ടോപ്പ് ഒക്കെ ഓൺ ആണോ? Any response from my dear students part? Yes, ma'am. Yes, ma'am. Few students have responded in the chat. Okay, fine. അപ്പൊ ആദ്യത്തെ കമാൻഡ് ടൈപ്പ് ചെയ്തോ, \document class beamer. So ബാക്കിയൊക്കെ അവിടെ നിൽക്കട്ടെ. Then leave some space for writing the preamble things, and then type \begin document. Press enter. You will get the environment completed with \end document. ചെയ്തോ? Then once you have written \begin document, type \begin frame, press enter. The environment will be completed with \end frame. So these are the three important basic commands of a Beamer presentation. Any LaTeX document starts with \document class, and then \begin document is a must part of any LaTeX document. Then for Beamer exclusively, we should type in whatever that has to appear in a frame in the environment \begin frame and \end frame. So these are the structure. This is just the structure of our Beamer presentation. ഇനിയും ഞാൻ പറഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു തീം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു തീം എടുക്കുക, എന്നിട്ട് type the command in type the package in the ഇത് package ആണ്, type this package in the preamble as \use theme. നമ്മളുടെ തീം ആണ്, തീം \use theme. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു presentation style, it can be സിംഗപ്പൂർ, അല്ലെങ്കിൽ കേംബ്രിഡ്ജ് US, മാഡ്രിഡ് or വാർസോ, anything. ഞാൻ ജസ്റ്റ് കുറച്ച് കളർഫുൾ ആയിട്ട് വെച്ചതേ ഉള്ളൂ, ആൻ ആർബോർ എടുത്തത്. ചെയ്തോ? എന്നിട്ട് പ്ലീസ് ഡു ടൈപ്പ് സംതിങ് ഇൻ യുവർ ബിഗിൻ ഫ്രെയിം. ബിഗിൻ ഫ്രെയിം, എൻഡ് ഫ്രെയിമിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാം. സേവ് ഇറ്റ് by using some name and compile it and see what happens. നമുക്ക് ടൈറ്റിൽ ഒക്കെ അത് കഴിഞ്ഞിട്ട് അടിക്കാം. ഇപ്പൊ തൽക്കാലം നമ്മൾ ആ സ്ട്രക്ചർ എഴുതി, നമ്മൾ ഒരു തീം യൂസ് ചെയ്തു, ഒരു തീം അവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് type something in your frame, save it and compile it and see for yourself what happens and what is your presentation style. കാണാൻ പറ്റുന്നുണ്ടോ എന്തെങ്കിലും? Okay, hope you have seen some whatever you have typed in a particular frame. Okay, so then we shall write our title. Then we shall type our title and author name. So that title and author name is written in the preamble itself. And see before getting to
the next part. Please do note that I have written a lengthy heading for our Beamer presentation. ഇത് ഞാൻ വേറൊരു ഫീച്ചറും കൂടെ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ലെങ്തി. മാഡം സ്ക്രീൻ പ്രസന്റഡ് അല്ല. ഓ അത് പോയോ? Okay. Now is it okay? Yes, ma'am. Yes. Okay. Okay. Now we are going to type /title, the title and author in our presentation. So as usual, we are going to type the title and author in the preamble itself so that it gets compiled in a very beautiful form. So otherwise, you can type the title and author in a particular frame environment itself. Then we have to make the suitable arrangement so that it gets compiled into a nice form. Now, if it is written in the preamble and if it is compiled using the make title command, then that will appear in the nice format. We don't have to worry about the style of heading and the author name and everything. So I am typing /title Beamer presentation with a very lengthy heading. ഞാനിതൊരു purposefully ഇത്രയും ഒരു കുറെ ലെങ്തി ആയിട്ടൊരു ഹെഡിങ് കൊടുത്താണ്. Then /author, name of the author. Then next line-ലേക്ക് നമുക്ക് എപ്പം പോകണമെന്നുണ്ടെങ്കിലും whether it be in an equation environment or whether it be anywhere in the LaTeX document, you can use /. ഈ // എന്ന് പറഞ്ഞാൽ നമുക്ക് എപ്പോഴും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ്. നമുക്ക് അടുത്ത ലൈനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഓൾവേസ് മേക്ക് യൂസ് ഓഫ് ദിസ് /. ആരോ അമലിന്റെ അടുത്ത് സംശയം ചോദിച്ചെന്ന് പറഞ്ഞു, ഇക്വേഷൻ എൻവയൺമെന്റിൽ അടുത്ത ലൈനിലേക്ക് പോകാൻ എന്താ ചെയ്യേണ്ടത്, അവിടെയും നിങ്ങൾക്ക് ഈ // ഉപയോഗിക്കാം. സോ ഇവിടെ ഞാൻ നെയിം ഓഫ് ദ ഓഥർ, അഫിലിയേഷൻ, പ്ലേസ്, ഡേറ്റ്, ഇത് ഡേറ്റ് ആക്ച്വലി ഇവിടെ ആവശ്യമില്ലായിരുന്നു, ഞാൻ ഇതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ എവറിത്തിങ് അപ്പിയേഴ്സ് ഹിയർ. ബീമർ പ്രസന്റേഷൻ വിത്ത് എ വെരി ലെങ്തി ഹെഡിങ്, ദെൻ നെയിം ഓഫ് ദ ഓഥർ, അഫിലിയേഷൻ, പ്ലേസ്. Then automatically നമ്മൾ ഇത് കമ്പൈൽ ചെയ്യുമ്പോൾ നമ്മൾ വേറെ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഇവിടെ ഡേറ്റ് വന്നിരിക്കും, കമ്പൈൽ ചെയ്യുന്ന ഡേറ്റ് വന്നിരിക്കും. സോ ഇതൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കിക്കേ. സേവ് ആൻഡ് കമ്പൈൽ. ചെയ്തോ? എന്ത് പാക്കേജ് ആണ് മനു? നമ്മളിപ്പം വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനകത്ത് ടൈപ്പ് ചെയ്തിട്ടില്ല. ഇതിനകത്ത് തീം കൊടുത്തു, ടൈറ്റിൽ കൊടുത്തു, ഇതിനകത്ത് പ്രത്യേകിച്ച് ഒന്നും വേണ്ട കാര്യമില്ല. മേ ബി ബീമർ പാക്കേജ് മിസ്സിംഗ് എന്നുള്ളതായിരിക്കും. ബീമർ മിസ്സിംഗ് എന്നുള്ളതായിരിക്കും. അപ്പൊ അത് നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി മൈടെക് ഇൻസ്റ്റാൾ ചെയ്ത ഒരു സ്റ്റേജിൽ അത് മിസ്സിംഗ് പാക്കേജസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പെർമിഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നോ? Miss, yesterday അതൊക്കെ like they showed it properly, like when you want to install something. Okay. ഇന്ന് അങ്ങനെ കാണിച്ചില്ല ഇതിനു വേണ്ടി. ഈ ബീമർ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ലേ? ഇന്ന് കാണിച്ചില്ല. Yesterday it showed it very well. സാധാരണ രീതിയിൽ അത് വരേണ്ടതാണ്. അല്ലെങ്കിൽ പിന്നെ മൈടെക്കിനകത്ത് കയറി അവിടെ പാക്കേജ് നമ്മൾ മാനുവൽ ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യും. Okay, miss, try ചെയ്യാം. അത് ബീമർ എന്ന് പറഞ്ഞ ആ ക്ലാസ് ആസ് എ ഹോൾ നമ്മളുടെ പാക്കേജ് ലിസ്റ്റിനകത്ത് കാണാത്തത് കൊണ്ടാണ് അവിടെ പാക്കേജ് മിസ്സിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. യൂഷ്വലി ഇന്നലെ അത് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും ഡെഫിനറ്റ്ലി അത് വർക്ക് ചെയ്യേണ്ടതാണ്. പിന്നെ എന്താ അതിനിടയ്ക്ക് പറ്റിയ? അതർവൈസ് യു ഹാവ് ടു ഇൻസ്റ്റാൾ ഇറ്റ് മാനുവലി. Okay, miss, try ചെയ്യാം. ഓക്കെ. നിങ്ങൾക്ക് ഇൻസ്റ്റാൾഡ് ആയവർക്കൊക്കെ ഇത് കിട്ടുന്നുണ്ടോ? ഇൻസ്റ്റാൾഡ് ആയവർക്കൊക്കെ ഇത് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കി. ഓക്കെ, ഇപ്പൊ ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞ് എനിക്ക് വരുന്നുണ്ട്. ഓക്കെ, ദേവിപ്രിയക്ക് അത് കിട്ടിയിട്ടുണ്ട്. ഇൻസ്റ്റലേഷന്റെ ഒരു പ്രോംപ്റ്റ് വന്നു എന്ന് ഇവിടെ ടൈപ്പ് ചെയ്തിട്ടുണ്ട്.
Okay, shall I continue? മാം എൻ്റെ ഇതിലും ഇപ്പോൾ ഒരു ഇൻസ്റ്റലേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആദ്യം ഒരു ക്വറി ഉണ്ടായിരുന്നു, പാക്കേജ് ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചിട്ട്. അപ്പൊ ഞാനത് കൊടുത്തിട്ട് ഇപ്പൊ അത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൂടെ. ഓക്കെ ഒന്ന് പ്രൊസീഡ് ചെയ്യാം മാം. എന്തായാലും നോക്കിയിട്ട് ഇൻ ബിറ്റ്വീൻ എന്തെങ്കിലും കമാൻഡുകൾ നോക്കട്ടെ, അപ്ഡേറ്റ് ചെയ്ത് നോക്കാം. ഒരു 1%-നെങ്കിലും കിട്ടിയിട്ടുണ്ടോ? ഇത് വർക്ക് ആവുന്നുണ്ടോ? ഒന്ന് രണ്ട് പേർക്കൊക്കെ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു. ബാക്കി പിന്നെയും പ്രോംപ്റ്റ് വരുവാണ്, ബാക്കി ഒന്നും വരുന്നില്ല. യൂഷ്വലി നമുക്ക് നമ്മുടെ നെറ്റ്വർക്ക് സ്ട്രോങ് ആണെങ്കിൽ പെട്ടെന്ന് അത് ഡൗൺലോഡ് ആയി കിട്ടേണ്ടതാണ്. കണ്ടിന്യൂ ചെയ്യാനോ? യെസ് മാം, കണ്ടിന്യൂ ചെയ്യാം. So, Beamer presentation with a very lengthy heading എന്നുള്ള ആ ഹെഡിങ് നിങ്ങൾക്ക് വേറൊരു ലൊക്കേഷനിലും കാണാൻ പറ്റും. In your presentation style, you can see this title appearing at some other location. Now that appears exactly in the same way, Beamer presentation with a very lengthy heading that appears exactly in the same way. Appo avide, in order to get it short there, ഇവിടെ ഇപ്പൊ ആക്ച്വലി ആ സ്പേസിൽ യു ക്യാൻ സീ ദിസ് ലോവർ പോർഷൻ. ഈ ലോവർ പോർഷൻ കാണാൻ പറ്റുന്നുണ്ടോ? ക്യാൻ യു സീ ദിസ് ലോവർ പോർഷൻ? Now is it visible? Yes ma'am, yes. That heading appears here, Beamer presentation with a very lengthy heading എന്നുള്ളത്. It appears here as a bottom line, but since it is very lengthy, it is not fitting into this small space. The same thing happens for then author name, affiliation, place, date, etc. So that also appears here. Every document, every data that is being input into this author details is appearing here below. So this also comes for every slide, not just a single slide, but for every slide in your list, the same thing will appear here. So this is a particular feature of LaTeX. So whatever be the slide that you are presenting, whether it be the 10th one or the 100th one, everyone can know always about your title and your name when you look at when they look at each and every slide they are watching. So that is another advantage. But the problem is, do we always need to type in the whole lengthy title here, or do we need the whole lengthy author name, affiliation, place, date, etc. here? So actually that is not required. അല്ലേ? നമുക്കൊരു ഷോർട്ട് ടൈറ്റിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മുടെ നെയിം മാത്രം മതി. So how can that be attained? എങ്ങനെയാണ് ഇവിടെ ഒരു ചെറിയ പേര് അല്ലെങ്കിൽ നമ്മളുടെ ഒരു റെപ്രസെന്റേറ്റീവ് ടൈറ്റിൽ അല്ലെങ്കിൽ ഇവിടെ നമ്മളുടെ ഒരു നെയിം ഓഫ് ദ ഓഥർ മാത്രം കൊണ്ടുവരുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. So to get that, ഞാൻ ദാ ഇവിടെ നമ്മൾ \ടൈറ്റിൽ കൊടുത്തതിന്റെ കൂടെ I can have a short title name. So I am typing here. As I told you, this square bracket is always optional. ഞാൻ ആ ഓപ്ഷൻ അകത്താണ് ഇതിന്റെ ഒരു ഷോർട്ട് ഫോം ഓഫ് ദ ടൈറ്റിൽ കൊടുക്കുന്നത്. Then along with author also I can give a short form. Let me put author name. Let me just type author name. Now I compile. Now I save it first and then I compile. And see what happens. നോക്കിക്കേ, ഓരോന്നിന്റെയും ഓരോ സ്ലൈഡിന്റെയും താഴെ ഞാൻ ആ കൊടുത്തിരിക്കുന്ന ആ ഷോർട്ട് ടൈറ്റിലേ വരുന്നുള്ളൂ. ബീമർ എന്നുള്ളതാണ് ഷോർട്ട് ടൈറ്റിൽ, that appears here. Then author name, that also appears here. Then below that the date in which it is compiled, that appears. Then എത്രാമത്തെ സ്ലൈഡ് ആണ് നമ്മൾ വാച്ച് ചെയ്യുന്നതെന്നുള്ളതും കാണാൻ പറ്റും. Then ഇതിനകത്ത് once you know the basic LaTeX commands,
The rest everything is as usual. ഇത്രയൊക്കെയാണ് നമ്മൾ ഒരു ബീമർ പ്രസന്റേഷൻ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ one thing is you have to type everything in a frame environment. Begin frame, end frame എന്നുള്ള environmentനകത്താണ് we are typing each and every data that is being required. So ഇവിടെ first /title /author കൊടുത്തു കഴിഞ്ഞാൽ whether it be in article or report or in Beamer, we have to make the LaTeX compile that title name and author name, and that is made with the help of the command /make title. So /make title asks LaTeX to make title as a first frame. So since we have made it as a first frame, in the first frame itself we have the title and author. Then in the next frame I have typed in /table of contents. This is also the same command that we used in our article /table of contents, so that /table of contents appears here. So either നമ്മൾ ചൂസ് ചെയ്യുന്ന തീമിനനുസരിച്ച് ടേബിൾ ഓഫ് കണ്ടന്റ്സിന്റെ സ്റ്റൈൽ ഓഫ് പ്രസന്റേഷന് ഒക്കെ മാറ്റങ്ങളുണ്ട്. സോ യു ഹാവ് ടു നോട്ടീസ് ഓൾ ദീസ് തിങ്സ്. ഇനിയും ഇതിനകത്തെ അഡ്വാൻറ്റേജ് once it is made, it automatically will become a hyperlink. ഇതിനകത്ത് നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ഈ ടേബിൾ ഓഫ് കണ്ടന്റിന്റെ ഓരോ സെക്ഷനും ഇത് വരുന്നത് ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സിനകത്ത് വരുന്നത് you can see that there is a first section and there is a last section, and please note where I have given that first section and last section. So /section, so that appears as the first one, and then /section last section, that appears as second one. Okay, appo nammal begin frame end frame inagathu ninnukonde we input the command /section. So this section command is also familiar, might also be familiar to you. We have used it in the last class in both article and report. /section command is being used, so here we use it again. ഇനിയും ഇന്നലെ നമ്മൾ കണ്ടതിനെക്കാട്ടിലും ഒരു ചെറിയ വ്യത്യാസം ഇവിടെയുണ്ട്. സീ ദാറ്റ് ഞാനൊരു ഫിഗർ ഇൻക്ലൂഡ് ചെയ്തു, ബിഗിൻ ഫിഗർ എൻഡ് ഫിഗർ. ഇവിടെ ഞാനൊരു ഫ്ലോട്ടിംഗ് എൻവയൺമെന്റ് ഇട്ടിട്ടുണ്ട്. സോ h is a parameter. അത് നിർബന്ധമൊന്നുമില്ല. ഇവിടെ ഒരു പെർട്ടിക്കുലർ ഫ്രെയിമിനകത്തോട്ടാണ് ഞാനത് പിടിച്ചത്, അപ്പൊ ആ ഫ്രെയിമിനകത്ത് തന്നെ നിന്നോളൂ. സോ ആക്ച്വലി it is not a must to put the floating parameter over here. ഇനി I have included the command /include graphics tkmc logo.jpg. ഇന്നലെ നമ്മൾ യൂസ് ചെയ്ത സെയിം പിക്ചർ ആണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത്, സെയിം ലോഗോ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇന്നലെ യൂസ് ചെയ്യാത്ത നമ്മൾ ഒരു ഓപ്ഷണൽ കമാൻഡ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇസ് scale equal to 0.5. scale equal to 0.5. ഇത് എന്തിനാണ് നമ്മൾ യൂസ് ചെയ്തത്? വാട്ട് ഹാപ്പൻസ് ഇഫ് ഇറ്റ് ഇസ് നോട്ട് യൂസ്ഡ്? ഞാനതങ്ങ് കളഞ്ഞു. ലെറ്റ് മീ സേവ് ആൻഡ് കമ്പൈൽ. നമ്മൾ കൊണ്ടുവന്ന ആ എന്താ ലോഗോയ്ക്ക് എന്താണോ ഞാൻ നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത വലുപ്പം, ആ സെയിം ഇമേജ് ആണ്, ഇൻ ദ സെയിം സൈസ് ഇറ്റ് അപ്പിയേഴ്സ്. എനിക്കിതിനെ സ്കെയിൽ ചെയ്യണമെങ്കിൽ I have to use the option. If it has to be scale, I have to use the option scale equal to ഞാനൊരു 0.5 കൊടുക്കുകയാണ്. 0.5 വെറുതെ കൊടുക്കുമ്പോൾ അതിനർത്ഥം ഇറ്റ് ഈസ് ഹാഫ് ദ ടെക്സ്റ്റ് സൈസ് എന്നുള്ളതാണ്, ഹാഫ് ദ ടെക്സ്റ്റ് വിഡ്ത്ത് എന്നുള്ളതാണ് 0.5ന്റെ മീനിങ്. സോ നമുക്കത് വേണമെങ്കിൽ ആ സ്കെയിലിന്റെ നമുക്ക് ഒരു പെർട്ടിക്കുലർ ഇപ്പം ഒരു 1 സെന്റിമീറ്റർ അല്ലെ 2 സെന്റിമീറ്റർ അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്താലും കുഴപ്പമില്ല. സോ സിമിലർലി സോ ഇൻ ദിസ് വേ സ്കെയിലിംഗ് ഇസ് ബീയിങ് ഡൺ. അപ്പൊ ഞാനത് സ്കെയിലിംഗ് ചെയ്തു, സേവ് ചെയ്തു, കമ്പൈൽ ചെയ്തു, so that I have the scaled version of TKMC logo. Okay, so this is how we include a particular picture or an image in a scaled version, or as include graphics. Now please note that whenever you have to use this command /include graphics, the compilation error will be shown if you do not have /use package graphics. ഇതില്ലാന്നുണ്ടെങ്കിൽ compilation error കാണിക്കും.
So /include graphics must go along with /use package graphics. സോ ഇത്രയും ഞാൻ ജസ്റ്റ് ഒരു റഫ് ആയിട്ട് ഒരു പ്രസന്റേഷൻ ഇവിടെ ഒന്ന് റെഡിയാക്കി എന്നുള്ളതേ ഉള്ളൂ, സോ ദാറ്റ് യു ക്യാൻ പ്രാക്ടീസ് ഇറ്റ്. ഇതിനകത്ത് നിങ്ങൾക്ക് എത്ര ഫ്രെയിംസ് വേണമെങ്കിലും ഇൻക്ലൂഡ് ചെയ്യാം. ഓരോ ഫ്രെയിമിനകത്ത് നമുക്ക് എന്താ കണ്ടന്റ് എന്ന് വെച്ച് വേണമെങ്കിൽ അത് കൊടുക്കാം. ഇപ്പം ആദ്യത്തേനകത്ത് ഇത് കണ്ടോ, ഇവിടെ ടൈറ്റിൽ 1 സബ് ടൈറ്റിൽ 1. ഇത് നമ്മൾ ഫ്രെയിം ബിഗിൻ ഫ്രെയിം കൊടുക്കുന്നതിന്റെ കൂട്ടത്തില് in curly braces you can type in title 1, in another curly braces you can type in subtitle 1, so those two appear as the title and subtitle. And if you want to change, and if you do not feel that this presentation style is if you feel that it is not okay, then at any point of time you can just change this presentation style. ഇതെനിക്കങ്ങ് വേണമെങ്കിൽ ഏതൊരു സ്റ്റേജിലും I can change the presentation style, save and compile. Your presentation style will be changed. So it's not at all a difficult task to change the presentation style of a Beamer presentation. So ഞാൻ ഇവിടെ വാർസോ എന്ന് പറഞ്ഞ ഒരു പാക്കേജ് തീം അങ്ങ് കൊടുത്തു. So I got another presentation style. So everything is very simple when we consider a Beamer presentation. ഇതിന്റെ ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എനിക്ക് തോന്നുന്നു, എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, ഞാൻ ആദ്യത്തെ ക്ലാസ്സിലെ ഞാൻ പറഞ്ഞായിരുന്നു, ഇതിനകത്ത് ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സ് ജനറേറ്റ് ചെയ്യും. ഞാൻ ഫെമിന ടീച്ചറിന്റെ അടുത്ത് സംസാരിച്ചപ്പോൾ ടീച്ചർ എൻ്റെ അടുത്ത് പറഞ്ഞു, ടീച്ചറിനെ അട്രാക്ട് ചെയ്ത ഏറ്റവും വലിയൊരു സംഗതി അതാണ്, ഒരു ടേബിൾ ഓഫ് കണ്ടന്റ്സിന്റെ ഓട്ടോമാറ്റിക് ജനറേഷൻ, അല്ലെങ്കിൽ ലിസ്റ്റ് ഓഫ് ടേബിൾസിന്റെ ഓട്ടോമാറ്റിക് ജനറേഷൻ. ഈ നമ്മളൊരു പ്രസന്റേഷൻ ചെയ്യുമ്പോൾ നമുക്കറിയാം അവസാനം there will be a whole lot of questions. You will be asked questions regarding different slides that you have presented over there. So in that case, if it's a PowerPoint presentation, I don't know whether there is any structure like this where you can have hyperlinks so that you can easily move through different slides. അങ്ങനെ അവിടെ ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. എന്നാലും ഈ സംഗതി ലാറ്റക്കിനകത്തുണ്ട്. സോ that is a very powerful feature of LaTeX. അപ്പൊ നമുക്ക് നമ്മളുടെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ വാർസോ എന്ന് പറഞ്ഞ ഈ ഒരു തീം ആണെങ്കിൽ ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സ് തന്നെ വേണമെന്നില്ല. ഇത് നമ്മളുടെ ഓരോ സ്ലൈഡിലും ഈ ഹൈപ്പർ ലിങ്ക് അവൈലബിൾ ആണ്. ഇതുകൊണ്ട് ഓരോ സ്ലൈഡിലും ഈ ലിങ്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് എവിടെ നിന്ന് ഏത് സ്ലൈഡിലോട്ട് വേണമെങ്കിലും പോവാൻ പറ്റും. സോ ഇനി അതല്ല, ടേബിൾ ഓഫ് കണ്ടന്റ്സ് വാർസോ അല്ലെങ്കിൽ ഈ ഞാനിപ്പോ ആദ്യം എടുത്ത ആൻ ആർബോർ ആണെങ്കിൽ ദാറ്റ് പെർട്ടിക്കുലർ ഫീച്ചർ ഇസ് നോട്ട് ദെയർ ഇൻ ദാറ്റ് പെർട്ടിക്കുലർ തീം, ദെൻ അഗെയിൻ ദിസ് ടേബിൾ ഓഫ് കണ്ടന്റ്സ് ക്യാൻ ബി മെയ്ഡ് യൂസ് ദെയർ ആസ് വെൽ. So hyperlink in every section of the table of contents is there. So that is another powerful feature of LaTeX, which makes your work very easy. നമുക്ക് അന്നേരത്തെ ഒരു ടെൻഷനോ ഒരു കൺഫ്യൂഷനോ എല്ലാം ഒഴിവാക്കാൻ പറ്റിയ വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സ് ജനറേഷൻ. Now let me show you the source file of the presentation that I have made for you initially. So ഈ ടേബിൾ ഓഫ് കണ്ടന്റ്സ് നിങ്ങളൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാമോ? മാഡം ഒരു ഡൗട്ട്, റെഫറൻസസ് ഇതിലും കൊടുക്കാൻ പറ്റുമോ? ഡെഫിനറ്റ്ലി ഇതിനകത്തും റെഫറൻസസ് നമുക്ക് കൊടുക്കാൻ പറ്റും. യൂസിങ് ബിബ്ലിയോഗ്രഫി സ്റ്റൈലിൽ ഇതിനകത്തും റെഫറൻസസ് കൊടുക്കാൻ പറ്റും. എന്നിട്ട് ആ സൈറ്റേഷൻ അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരു ബേസിക് ലാറ്റെക്സ് കമാൻഡ്സ് ഇസ് ദ സെയിം എവ്രിവെയർ. ആ ബേസിക് ലാറ്റെക്സ് കമാൻഡ്സ് നമ്മൾ ഒരു ആർട്ടിക്കിൾ ആണെങ്കിലും റിപ്പോർട്ട് ആണെങ്കിലും ബീമർ ആണെങ്കിലും ഒക്കെ ഒരുപോലെ തന്നെയാണ്. നമ്മൾ യൂസ് ചെയ്യുന്ന കമാൻഡ്സ്, നമ്മുടെ സൈറ്റേഷൻ സ്റ്റൈൽ എല്ലാം റിമെയിൻസ് സെയിം. ഓക്കേ മാഡം, ഓക്കേ. എവരിതിങ് റിമെയിൻസ് സെയിം. ഇത് നിങ്ങൾ ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയേ. മനു ജോൺസൺ, അത് കിട്ടിയോ? ട്രൈ ചെയ്യാനുള്ളൂ, ഓൺലൈൻ സെർച്ച് ചെയ്യണ. ഇതിനകത്ത് നോക്കിക്കേ, മൈക്ക് ടെക്കിനകത്ത് നോക്കിക്കേ. മൈക്ക് ടെക്, നമ്മള് മൈക്ക് ടെക് ആദ്യമേ ഇൻസ്റ്റാൾ ചെയ്തില്ലേ? ആ മൈക്ക് ടെക്കിനകത്ത് ഒരു പാക്കേജ് ഇൻസ്റ്റാളർ കിടപ്പുണ്ട്. സ്റ്റാർട്ട് ബട്ടണിൽ
അതൊന്ന് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കി, അതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ ചെക്ക് ചെയ്യാം. ബാക്കി എല്ലാവർക്കും ഒരു ബേസിക് ബീമർ പ്രസന്റേഷൻ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? എന്റെ ഇതിൽ എനിക്ക് PPT ആയിട്ടുള്ള ഒരു PDF ജനറേറ്റ് ചെയ്തു. PDF ജനറേറ്റ് ചെയ്തു. ഓക്കെ, വെരി ഗുഡ്. ബാക്കി എനി റെസ്പോൺസ് ഫ്രം സ്റ്റുഡൻസ് പാർട്ട്? ചെയ്യാൻ പറ്റുന്നുണ്ടോ? If it's okay, I shall show you the source file of the presentation that I made for you, so that several other items are listed here. So this is a source file that I made for you as an introductory part. So idinathu you can see that some other commands are also being used. \small എന്നൊരു കമാൻഡ് ഞാൻ ഇവിടെ യൂസ് ചെയ്തിട്ടുണ്ട്. \small എന്നുള്ള കമാൻഡിന്റെ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ട്രജക്ടറി ഇൻറ്റു ലാറ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ലൈൻ ലിറ്റിൽ ബിറ്റ് സ്മോൾ. സോ അതാണ് \small നമുക്ക് കിട്ടിയത്. ഇതുപോലെ നമുക്ക് പല ഫോണ്ട് സൈസസ് നമുക്ക് കിട്ടും. അതിനുള്ള ഇപ്പം \large എല്ലാം സ്മോൾ ലെറ്റർ \small letter L, small letter A, small letter R, small letter G, small letter E അങ്ങനെയാണെങ്കിൽ ഒരു ഫോണ്ട് സൈസ് കിട്ടും. ഇനി with L capital and all the remaining small, \large with first letter capital and the remaining small ആണെങ്കിൽ you will get little bit large font. Then if \large with every alphabet in capital letters, then you will get a much more bigger version. And then you can have \huge with HUGE in capital letters, you get a bigger version. So like that, starting from \huge with HUGE in capital, ending with \small, then there is \tiny. So there are a whole lot of different font sizes available. So by yourself, you can explore all these things. അങ്ങനെ നമുക്ക് നമ്മുടെ സൈസസ് നമ്മൾ എഴുതുന്നത് നമുക്ക് ഏതൊരു സ്റ്റേജിൽ വേണമെങ്കിലും നമുക്ക് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ. ഇനിയും one another thing that I would like to draw your attention to is, ഇവിടെ നിങ്ങൾക്ക് ഞാൻ ഇവിടെ ഒരു ബിഗിൻ ഫ്രെയിം എൻഡ് ഫ്രെയിം ഞാൻ ഡൊണാൾഡ് നൂത്തിന്റെ ഒരു തോട്ട് ഞാൻ പ്രസന്റ് ചെയ്തിരുന്നു. ആ തോട്ടിന് ഇറ്റ് അപ്പിയേഴ്സ് ഇൻ കളർ ബ്ലൂ. സോ ഐ യൂസ് ദ കളർ \color blue and \textbf. So about this command, we talked about this command yesterday. \textbf makes the whole text as bold. So \color blue with \textbf, so makes the thing appears in this particular way. Ini color blue kodukanda, eniki vera edengilum color kodukkanamennundengil that can also be run. Ivide color maati koduthu onnu save cheyidu compile cheyumbo that color will be changed. Now it has become red. Then a table of contents. Then you can see that in this purpose slide, ഞാൻ ഇവിടെ ഒരു ബുള്ളറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ ബുള്ളറ്റ്സ് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് /begin itemize എന്നുള്ള എൻവയൺമെന്റിനകത്ത് കൊടുക്കുമ്പോൾ ഐ വിൽ ഗെറ്റ് ബുള്ളറ്റ്സ്. ഇനി ഈ ബുള്ളറ്റിന്റെ ഈ ഒരു സ്റ്റൈല് പല എൻവയൺമെന്റ് പല തീം വരുമ്പോഴത്തേക്ക് ഇത് മാറും. സോ ദാറ്റ് ക്യാൻ ഓൾസോ ബി എക്സ്പ്ലോർഡ്. നമുക്കിപ്പോ ബുള്ളറ്റ്സുകളിൽ പല ഷേപ്പിലുള്ള ഇത് കൊടുക്കാൻ പറ്റത്തില്ല. ആരോ പോലെ കൊടുക്കാൻ പറ്റും, ടിക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിലൊക്കെ എല്ലാത്തിനും നമ്മളിപ്പം ഐറ്റമൈസ് കൊടുത്താൽ മതിയോ സിംഗിളായിട്ട്? മാറ്റി കൊടുക്കാൻ വേറെ ഉണ്ടാവത്തില്ലേ? ടീച്ചറെ എന്യൂമറേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു എൻവയൺമെന്റ് ഉണ്ട്. \begin എന്യൂമറേറ്റ് എന്ന് പറഞ്ഞ ഒരു എൻവയൺമെന്റ് ഉണ്ട്. ആ എന്യൂമറേറ്ററിൽ നമുക്ക് 1 2 3 എന്നുള്ള നമ്പർ കിട്ടും. ആ എന്യൂമറേറ്റിനകത്ത് വീണ്ടും അകത്ത് നമ്മൾ ഒന്നുകൂടെ എന്യൂമറേറ്റ് കൊടുക്കുവാണെങ്കിൽ 1A 1B 1C അങ്ങനെ കിട്ടും.
അതിനകത്ത് വീണ്ടും ഒരു എന്യൂമറേറ്റ് എൻവയൺമെന്റും കൂടെ കൊടുക്കുവാണെങ്കിൽ നമുക്ക് അതിനകത്ത് വീണ്ടും എന്താണ് ഒരു എനിക്കൊന്ന് റോമൻ ന്യൂമറൽസ് സ്മോൾ ലെറ്റർ അത് 1 2 3 എന്നുള്ള വേറൊരു ഫോമിൽ കിട്ടും. എനിക്ക് തോന്നുന്നു ഇവിടെ ഞാൻ ഈ ഐറ്റമൈസിന്റെ ഈ ഇത് നോക്കിയിട്ടില്ല. ഐറ്റമൈസ് എവിടെ കൊടുത്താലും ബുള്ളറ്റ് പോയിന്റ്സ് ആണോ വരുന്നത്? ഞാൻ എന്റെ ഫിസിക്സിൽ ഐറ്റമൈസ് കൊടുത്ത സ്ഥലത്ത് ബുള്ളറ്റ് പോയിന്റ്സ് ആവുന്നത്. അപ്പൊ ഈ ഐറ്റമൈസിനകത്ത് ഒരു ഐറ്റമൈസും കൂടെ കൊടുക്കുമ്പോ എന്താ സംഭവിക്കുന്നത് ടീച്ചർ നോക്കിയിട്ടുണ്ടോ? എനിക്കറിയത്തില്ല, ഞാനും അത് അങ്ങനെ ഒരു ആവശ്യം വന്നിട്ടില്ല, അതുകൊണ്ട് നോക്കിയിട്ടില്ല. പിന്നെ എനിക്ക് തോന്നുന്നു വേറെ എന്തെങ്കിലും ഒരു തീം ചെയ്തിട്ടുള്ള മറ്റേ സബ് ടൈറ്റില് അതിന് സബ് സെഷൻസ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഇങ്ങനെ ഒരു സാധനം ഞാൻ കൊടുത്തു നോക്കിയിട്ടില്ല. എല്ലായിടും ഐറ്റമൈസ് കൊടുത്തിട്ടേ നോക്കിയിട്ടുള്ളൂ. എനിക്ക് ഫ്രണ്ട് പേജിലെ ആവശ്യം വന്നിട്ടുള്ളൂ. ബാക്കി ഇതിനകത്ത് എനിക്ക് അങ്ങനെ സബ് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഞാനും ഇത് വേറെ എന്തെങ്കിലും ഫോമിൽ ഞാനും അത് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ വേറൊന്ന് ചെയ്യാൻ പറ്റുന്നത്, ഇത് നമുക്ക് വേണമെങ്കിൽ വി ക്യാൻ മേക്ക് ഇറ്റ് അപ്പിയർ വൺ ആഫ്റ്റർ ദ അതർ. സോ നമുക്ക് ആ ഒരു /pose എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് ഓൺ പ്രോംപ്റ്റിംഗ് ഓൺലി ദ നെക്സ്റ്റ് തിങ് അപ്പിയേഴ്സ്. സോ ആ രീതിയിൽ നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റും. നമ്മളിപ്പോ ഇത് ബിഗിൻ ഡോക്യുമെന്റ്, ബിഗിൻ ഫ്രെയിം, യൂസ് പാക്കേജ് അതിന്റെ ഇടയ്ക്കാണോ മറ്റേ തീം വരുന്നത്? യൂസ് തീം അതിന്റെ ഇടയ്ക്കാണോ വരുന്നത്? അല്ല, തീം നമ്മൾ കൊടുക്കുന്നത് പ്രിയാമ്പിളിലാണ്. പ്രിയാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡോക്യുമെന്റ് ക്ലാസ് ഫസ്റ്റ് കമാൻഡിന്റെയും ഫസ്റ്റ് കമാൻഡ്, അതായത് /ഡോക്യുമെന്റ് ക്ലാസ് ബീമർ എന്നുള്ളതാണ് നമ്മളുടെ ഫസ്റ്റ് കമാൻഡ്. ക്ലാസ് ഡിഫൈൻ ചെയ്യുന്നതാണ് ഓൾവേസ് ഫസ്റ്റ് കമാൻഡ് ഇൻ ലാറ്റക്സ്. അത് കഴിഞ്ഞിട്ട് പിന്നെ മെയിൻ സ്ട്രക്ചർ വരുന്നത് ഈ ബിഗിൻ ഡോക്യുമെന്റ്, എൻഡ് ഡോക്യുമെന്റ് ആണ്. അപ്പൊ ഇതിനിടയ്ക്ക് വരുന്ന ഈ ഒരു സ്പേസ് ആണ് നമ്മളുടെ പ്രിയാമ്പിൾ. ഈ പ്രിയാമ്പിളിനകത്താണ് നമ്മൾ പാക്കേജസ് എല്ലാം കൊടുക്കുന്നത്. ഈ പ്രിയാമ്പിളിനകത്ത് തന്നെ നമ്മൾ ടൈറ്റിൽ, ഓതർ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഒരു മേക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞൊരു കമാൻഡ് ഉണ്ടെങ്കിൽ you can have the title and author name and all the requirements as a title page. ഒരു ലാറ്റക്കിന്റെ തന്നെ ഒരു ടൈറ്റിൽ പേജ് ആയിട്ട് വരും. ഇനിയും ഈവൻ അതർവൈസ് നമുക്ക് ടൈറ്റിലും ഓതറും ഒക്കെ കൊടുക്കാൻ പറ്റും. നമുക്ക് ഫ്രെയിമിനകത്ത് തന്നെ നമ്മൾ സെന്റേർഡ് ആയിട്ടുള്ള ഒരു എൻവയൺമെന്റ് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇതിനകത്ത് നമ്മൾ ഇങ്ങനെ മേക്ക് ടൈറ്റിൽ എന്നുള്ള ഒരു കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ that all those things will be taken care of by LaTeX itself. സോ അതാണ് ഈ നമ്മൾ പ്രിയാമ്പിളിലെ ടൈറ്റിൽ ഓതറും കൊടുത്താലുള്ള ഒരു അഡ്വാൻറ്റേജ്. സോ ഈ പ്രിയാമ്പിളിലാണ് നമ്മൾ ഈ പാക്കേജസ് എല്ലാം കൊടുക്കുന്നത്. ഈ പ്രിയാമ്പിളിലാണ് നമ്മൾ തീം മെൻഷൻ ചെയ്യുന്നത്. ഇതെല്ലാം നമ്മൾ പ്രിയാമ്പിളിൽ തന്നെ ചെയ്യുന്നു. അപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു പോയിന്റ് ഓഫ് ടൈമിൽ ഈ സാധനം നമുക്ക് വേണ്ട, വേറെ ഏതെങ്കിലും ഒരു ഇതിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും ബുദ്ധിമുട്ടില്ല. പ്രിയാമ്പിളിൽ നമ്മൾ ആ തീം മാറ്റി കൊടുത്താൽ മതി. ഞാനിപ്പം വാർസോ എന്നുള്ള മാറ്റിയിട്ട് മാഡ്രിഡ് എന്നുള്ള തീം കൊടുത്തു. സോ ലെറ്റ് us see what happens. ആ മാഡ്രിഡിന്റെ ഫോം ആയി വന്നു. ഇതിനകത്ത് മാഡ്രിഡിന്റെ ഫോം വന്നപ്പോഴത്തേക്കുള്ള ഒരു പ്രശ്നം വന്നത്, ഞാൻ ഈ ഫ്രെയിമിന് കൂടെ ഒരു ടൈറ്റിൽ കൊടുത്തിരുന്നു. അത് വീണ്ടും കയറി ഇവിടെ വന്നു. അപ്പൊ ഒരേ സംഗതി തന്നെ പല തവണ വന്നു. അത് ഓരോ തീമിന്റെയും ഡിഫറൻസ് ആണ്. അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ തീം മാറ്റുമ്പോഴത്തേക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടെ ഒന്ന് ശ്രദ്ധിക്കണം. ഏത് സ്റ്റേജിലും ഇനിയും ഇതിനകത്തൊക്കെ തന്നെ നമുക്ക് കളർ തീം മാറ്റാനുള്ള ഓപ്ഷൻ ലാറ്റക്സ് തരുന്നുണ്ട്. അത് വൺസ് നമ്മൾ ആ ഒരു ബേസിക് ഡോക്യുമെന്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്യുന്നത് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ദെൻ പിന്നെ വേറൊരു ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഞാൻ അതും ഇന്നലെ പറഞ്ഞായിരുന്നു. നമ്മള് whatever that is, ഇപ്പൊ at any point of time if you feel that something is not required within your LaTeX document,
ആൻഡ് നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നേക്കാം, മുഴുവനായിട്ട് കളയാനും തോന്നുന്നില്ല എന്നങ്ങനെ എന്തെങ്കിലും ഒരു ഫീൽ ഉള്ള എന്തെങ്കിലും ഒരു കണ്ടന്റ് നിങ്ങളുടെ ലാറ്റക്സ് ഡോക്യുമെന്റിൽ ഉണ്ടെങ്കിൽ യു ക്യാൻ ജസ്റ്റ് cut them from that particular site and paste it after the end document. ആ end documentന് ശേഷമുള്ളത് ഒന്നും ലാറ്റക്സ് കമ്പൈൽ ചെയ്യില്ല ആൻഡ് അതവിടെ കിടന്നോളും. അതല്ല, കമന്റ് ചെയ്താലും പോരെ നമുക്ക്? കമന്റ് ചെയ്താലും മതി. ഈ കമന്റ് ചെയ്താലുള്ള പ്രശ്നം ടീച്ചർ, ഞാനിപ്പോ ഇത്രയും നീളമുള്ള, ടീച്ചറിന് എന്റെ സോഴ്സ് ഫയൽ കാണാമോ? ഇത്രയും നീളമുള്ള ഒരെണ്ണം ഞാൻ ചിലപ്പം പല ലൈനായിട്ട് കൊടുത്തിരിക്കുന്നു. അപ്പം കമന്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ എനിക്ക് ഓരോ ലൈനിലും ഞാൻ ഈ പെർസെന്റേജ് സിമ്പിൾ കൊടുക്കേണ്ടി വരും. ചിലപ്പോൾ ഒരൊറ്റ സെലക്ട് ചെയ്ത് നമ്മളൊരു കമന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ എല്ലാ ലൈനിലും കമന്റ് ആയിക്കോളും. കൊടുത്താലും മതി, അങ്ങനെ കൊടുത്താലും മതി, അങ്ങനെ കൊടുത്താലും മതി. പിന്നെ കൂടുതൽ അന്നത്തേക്ക് നമ്മുടെ സോഴ്സ് ഫയലിന്റെ നീളം ഒരുപാട് അങ്ങ് കൂടിയെന്നിരിക്കാം. അതൊക്കെ വേണമെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഇതിനകത്തൂടെ പരിഹരിക്കാം. പിന്നെ അവസാനം when you send the particular article to, before sending it to some particular journal, please make sure that everything else is getting deleted. So അതൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇവിടെ ലാസ്റ്റ് ആസ് എ ലാസ്റ്റ് സ്ലൈഡ്, നമ്മുടെ ജേർണൽ അയക്കുമ്പോൾ നമ്മൾ ഈ ലാറ്റക്സ് ഫയൽ അയക്കത്തില്ലല്ലോ, നമ്മുടെ PDF ഫയൽ മാത്രമല്ല അയക്കുള്ളൂ. അല്ല, once it is accepted they will ask us to send the source file. നമ്മളോടൊക്കെ ചോദിക്കാറുണ്ട്. നമ്മളോട് മാനുസ്ക്രിപ്റ്റ് മാത്രമേ ചോദിക്കാറുള്ളൂ. അപ്പൊ നമുക്കതിപ്പോ PDF ആണെങ്കിൽ അങ്ങനെ അയച്ചു കൊടുക്കാം. ഞങ്ങൾക്ക് മാത്സിന്റെ ജേർണൽസിനെ സംബന്ധിച്ചിടത്തോളം ആദ്യം അവര് PDF അയക്കാൻ പറയും. Once it is accepted, they will ask us to send the source file as well. Okay. നമുക്ക് ചിലതിനകത്തൊക്കെ വേർഡ് ഫയൽ അയക്കാൻ പറയാം. എനിക്ക് തോന്നുന്നു അവരതിനകത്ത് മോഡിഫിക്കേഷൻ ചെയ്യുമായിരിക്കും. ലാറ്റക്സ് അയക്കാൻ പറയുന്ന എല്ലാരും തന്നെ അതിന്റെ സോഴ്സ് ഫയൽ അയക്കാൻ പറയാറുണ്ട്. എന്നാലും അതിനെ എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. എഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മാഡം ചാറ്റ് ബോക്സിൽ 2 ക്വറി വന്നിട്ടുണ്ട്, അത് ഒന്ന് നോക്കാമോ? നോക്കാം. When accessing, it shows MikTeX console is already running. മേളിലോട്ടുള്ളൊരു മെസ്സേജ്, MikTeX console beamer package is already installed but could not access. അത് എന്തുകൊണ്ടാണ്? Why is it so? MikTeX console beamer package is already installed. സാധാരണ ഇൻസ്റ്റാൾഡ് ആയിട്ടുള്ള ഒരു പാക്കേജ് ആക്സസ് ചെയ്യാൻ പറ്റേണ്ടതാണ്. ഒന്നുകൂടെ ഒരു പുതിയ ഫയലായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു പേരും എല്ലാം മാറ്റി ഈ സെയിം കണ്ടന്റ് വേറൊരു പുതിയ ഫയലായിട്ട് ഒന്ന് ഓപ്പൺ ചെയ്ത് അതിനൊരു വേറൊരു നെയിമിൽ ഒന്ന് സേവ് ചെയ്ത് നോക്കാമോ? ലക്ഷ്മി, സെയിം. When accessing, it shows MikTeX console is already running. MikTeX console, എനിക്ക് തോന്നാം MikTeX console അങ്ങ് ക്ലോസ് ചെയ്യാമോ ജസ്റ്റിൻ റിജി? MikTeX console, അത് MikTeX console എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ MikTeXന്റെ നമ്മൾ ടെക് ലൈവും എന്താണ് ടെക് വർക്സും ഒക്കെ ഉൾപ്പെട്ട ആ ഒരു ഇതാണ്. അപ്പൊ അതൊന്ന് ക്ലോസ് ചെയ്തേ. മാം അത് ഓൺ ആക്കിയിട്ടില്ല, ടെക്സ്റ്റ് സ്റ്റുഡിയോ മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ. പക്ഷേ MikTeX കൺസോൾ ഓൺ ആക്കാൻ ശ്രമിക്കുമ്പോഴാണ് ഇങ്ങനെ എഴുതി കാണിക്കുന്നത്. ഇറ്റ് ഈസ് ഓൾറെഡി റണ്ണിങ് എന്ന് പറഞ്ഞു. ആ ടെക്സ്റ്റ് സ്റ്റുഡിയോ ക്ലോസ് ചെയ്തേ. ടെക്സ്റ്റ് സ്റ്റുഡിയോയും ക്ലോസ് ചെയ്തേ. ക്ലോസ് ചെയ്തു. എന്നിട്ട് ഒന്നുകൂടെ ഓൺ ചെയ്തേ. ടെക്സ്റ്റ് സ്റ്റുഡിയോ ആണോ അതോ? ടെക്സ്റ്റ് സ്റ്റുഡിയോ ആണല്ലോ നമ്മുടെ എഡിറ്റർ. അതുണ്ടെങ്കിലല്ലേ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ടെക്സ്റ്റ് സ്റ്റുഡിയോ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് ഒന്നുകൂടെ ഫ്രഷ് ആയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കിയേ. ടെക്സ്റ്റ് സ്റ്റുഡിയോയ്ക്ക് കുഴപ്പമൊന്നുമില്ല, കൺസോൾ ഓപ്പൺ ആക്കാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞത് ഇതിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന സാധനമാണ് ഈ MikTeX. ടെക്സ്റ്റ് സ്റ്റുഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ വർക്ക് ചെയ്യുന്ന എഞ്ചിനാണ് ഈ MikTeX. അപ്പം നമ്മൾ ആ ടെക്സ്റ്റ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്ത് വന്നതിലുള്ള എന്തെങ്കിലും ഒരു എറർ കാരണമാവാം ഈ ഇത് കാണിക്കുന്നത്. ഇന്നലെ നോക്കിയപ്പോ ഇതേപോലെ റണ്ണിങ് ബാക്ക്ഗ്രൗണ്ടിൽ റൺ ചെയ്യുന്നുണ്ടെന്നാ പറഞ്ഞു. പക്ഷെ താഴെ ഒരു ടാബ് ഓപ്പൺ ആയി വന്നിട്ടൊന്നുമില്ല. ടാബ് മാത്രമേ ഓപ്പൺ ആയി വന്നിട്ടുള്ളൂ. അത് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഓക്കെ.
സാധാരണ രീതിയിൽ നമുക്ക് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ആ ഫയലിനെ വേറെ ഒന്നുകൂടെ ഒന്ന് സേവ് ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ പ്രോബ്ലം ഒന്ന് പരിഹരിക്കാൻ പറ്റും. ഇതിനകത്ത് ഈ മൈക്ടെക് സിക്കകത്ത് യൂസേഴ്സിനകത്ത് മൈക്ടെക് കൺസോൾ ലോക്ക് എന്ന് പറഞ്ഞിട്ടുള്ള എന്തെങ്കിലും ഫയൽ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുവോ? സ്ക്രീൻ കാണാൻ പറ്റുന്നില്ല, കാണിച്ചു തരാമോ? ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോ കണ്ട ഒരു ഓപ്ഷൻ ആണത്. സ്ക്രീൻ ഷെയറിംഗ് അല്ലേ? അല്ല അല്ല. അയ്യോ, കട്ടായി. കാണാമോ? കാണാം. ഇത് ടെക് യൂസർ ഗ്രൂപ്പ് ആണ്. ഒരു സ്റ്റാക്ക് എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞ ഒരു ടെക് യൂസർ ഗ്രൂപ്പ് ആണ്. അപ്പൊ അതിനകത്ത് ഞാൻ ഈ ക്വറി പോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് കണ്ട ഒരു ആൻസർ ആണ്. When I was in this situation, I found that Mictech had generated a file named mictechconsole.log in my user folder. Deleting the file permitted the application to run. മാഡം, ആ ലിങ്ക് ഒന്ന് ചാറ്റ് ബോക്സിൽ പേസ്റ്റ് ചെയ്തേക്കാമോ? ഇടാം. ഇപ്പൊ ഞാൻ ഈ ഓപ്പൺ ചെയ്ത ആ ഒരു ലിങ്ക് ആണോ? അതെ അതെ മിസ്. അതാ ഇടാം. ഇപ്പൊ ഇടാം. ഹലോ മാം. ഹലോ മാം, യൂസർ ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ അതിലും മൈക്ടെക് കൺസോൾ ലോക്ക് എന്നൊരു ഫോൾഡർ വന്ന് കിടപ്പുണ്ട്. അത് ഇങ്ങനെ വല്ലതും ആണോ കാണിക്കുന്നത്? ഇവര് പറഞ്ഞ പോലെയാണോ? മൈക്ടെക് കൺസോൾ ഡോട്ട് ലോക്ക് എന്ന് പറഞ്ഞിട്ടാണോ കാണിക്കുന്നത്? അതെ. അപ്പൊ അതൊന്ന് ഡിലീറ്റ് ചെയ്ത് നോക്കിക്കേ. അത് ഡിലീറ്റ് ചെയ്തപ്പോൾ ചെക്ക് ഫോർ അപ്ഡേറ്റ്സ് എന്നൊക്കെ പറഞ്ഞ് നേരത്തെ കാണിച്ച പോലെ അല്ല, വ്യത്യാസം വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ടെക് സ്റ്റുഡിയോ ഒന്ന് റൺ ചെയ്ത് നോക്കിയേ. ടെക് സ്റ്റുഡിയോ റൺ ആണ്, കുഴപ്പമൊന്നുമില്ല. മൈടെക് കൺസോൾ ഇപ്പോഴും ഓപ്പൺ ആയി വന്നു. അതിൽ പാക്കേജ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് ബീമർ പാക്കേജ് ഉണ്ടോ എന്ന് നോക്കിക്കേ. ഇൻസ്റ്റാൾഡ് പാക്കേജസിനകത്ത് ബീമർ ഉണ്ടോ എന്ന് നോക്കിക്കേ. മാം, ബീമർ ഉണ്ട്, കുറെ ബീമർ കിടപ്പുണ്ട്. ബീമർ കിടപ്പുണ്ട്. അപ്പം പിന്നെ പ്രശ്നം ഉണ്ടാവില്ല. ഇനി അതങ്ങ് ക്ലോസ് ചെയ്തിട്ട് ടെക് സ്റ്റുഡിയോയിൽ കയറി അതങ്ങ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ടെക് സ്റ്റുഡിയോയ്ക്കകത്ത് കയറി നമ്മളുടെ ഈ ഫയല് ഒരു ജസ്റ്റ് ടൈപ്പ് ചെയ്തിരുന്നോ? എന്തെങ്കിലും ടൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നോ? കുറച്ച് ടൈപ്പ് ചെയ്തു. ഹാഷ് യൂസ് പാക്കേജ് ബീമർ എന്ന് അടിച്ചു നോക്കിയാൽ മതിയോ? /document class ബീമർ എന്ന് അടിച്ചിട്ട് /begin document. ഞാനിപ്പോ ഹൈലൈറ്റ് ചെയ്യുന്ന മാത്രം അടിച്ചു നോക്കുക. /begin document class ബീമർ അടിക്കുക. then /begin document ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. then /end document ഓട്ടോമാറ്റിക്കലി വന്നോളും. എന്നിട്ട് പിന്നെ /begin frame /end frame. എന്നിട്ട് അതിനിടയ്ക്ക് എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കുക. മാം, തുടക്കത്തിലുള്ളൊന്ന് കാണിക്കോ? ഡോക്യുമെന്റ് ക്ലാസ് കഴിഞ്ഞുള്ളൂ. /document class ബീമർ BEAMER. മാം, കുറച്ചുകൂടി സൂം ചെയ്ത ഇപ്പം കാണാമോ? യെസ് യെസ്.
മാം ഡോക്യുമെന്റ് ക്ലാസ് ബീമർ കഴിഞ്ഞു, യൂസ് പാക്കേജ് കഴിഞ്ഞു. യൂസ് പാക്കേജ് ഇപ്പം വേണമെന്ന് യൂസ് പാക്കേജ് ഒന്നും വേണമെന്ന് നിർബന്ധം ഇല്ലായിരുന്നു. ഇനി ഈ /begin ഡോക്യുമെന്റ് അടി അതടിച്ചു. എൻ്റർ അടിച്ചോ? അത് എൻവയോൺമെന്റ് കംപ്ലീറ്റ് ആയോ? /end ഡോക്യുമെന്റ് വന്നോ? /begin frame /end frame എടുത്തോ? അതും ചെയ്തു. അത് ചെയ്തു. അപ്പൊ ഇപ്പൊ ആവശ്യത്തിനുള്ള സംഗതികളായി. മേക്ക് ടൈറ്റിലിന് മുകളില് ടൈറ്റിൽ കൊടുത്തിട്ടുണ്ടായിരുന്നോ? മേക്ക് ടൈറ്റിലിന് മുകളില് എന്ത് ടൈറ്റിലാണ് ഉദ്ദേശിച്ചത്? മുകളില് നമ്മൾ ടൈറ്റിൽ കൊടുക്കുവാണെങ്കിൽ ഇവിടെ മേക്ക് ടൈറ്റിൽ ടൈറ്റിൽ കൊടുത്തായിരുന്നു. അപ്പൊ ഇനി ഒന്ന് സേവ് ചെയ്തിട്ട് കമ്പൈൽ ചെയ്ത് നോക്കിക്കേ. മാം ഈ ടൈറ്റിൽ കൊടുക്കുമ്പോ ടൈറ്റിൽ ബീമർ കഴിഞ്ഞിട്ട് വേണം പിന്നെ ഒരു കേരളി ബ്രാക്കറ്റ് തുടങ്ങാൻ വേണ്ടി? ഞാനത് നേരത്തെ പറഞ്ഞില്ലായിരുന്നോ? ഈ /ടൈറ്റിൽ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് ഞാൻ ബീമർ കൊടുത്തിരിക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് ഈ ലെങ്തി ടൈറ്റിൽ ഓരോ ടൈറ്റിലും എഴുതണ്ട, അതിനു വേണ്ടിയിട്ടാണ്. നോക്കിക്കേ, ഇവിടെ കണ്ടോ? ഇത് കാണാമോ? ഞാൻ ഈ റൈറ്റ് സൈഡിൽ ജനറേറ്റ് ചെയ്തിരിക്കുന്ന PDF ഇതിന്റെ ഓരോ സ്ലൈഡിന്റെയും ലോവർ പോർഷൻ ആണ്, ഓരോ സ്ലൈഡിന്റെയും ബേസ് ആണ്. ഈ ഇവിടെ താഴെ ഒരു ബീമർ എന്ന് എഴുതിയിരിക്കുന്ന കാണാമോ? ആ ഒരു ഷോർട്ട് ടൈറ്റിൽ നെയിം വരാൻ വേണ്ടി മാത്രമാണ് നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ ആ ബീമർ, ആ ഷോർട്ട് ടൈറ്റിൽ നെയിം കൊടുത്തത്. അതർവൈസ് ഓൾസോ ഇറ്റ് ഇസ് ഫൈൻ. ഇപ്പൊ നമ്മളുടെ ടൈറ്റിൽ നെയിം അത്ര ലെങ്തി ഒന്നും അല്ല എന്നുണ്ടെങ്കിൽ ദാറ്റ് വിൽ ഫിറ്റ് ഇൻ ടു ദിസ് പെർട്ടിക്കുലർ സ്പേസ്. ഇത് കൊടുത്താലും കൊടുത്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. Whatever that is being typed in that square bracket is not at all a mandatory portion, it is just optional. ഈ /author name ഓതറിനകത്ത് ഞാൻ ഈ ഓതർ നെയിം എന്ന് ടൈപ്പ് ചെയ്തിരിക്കുന്നത് അതും എനിക്കൊരു ഷോർട്ട് ആയിട്ടുള്ള ഒരു ഓതർ നെയിം മാത്രം മതി. ഓരോ സ്ലൈഡിലും അഫിലിയേഷൻ എല്ലാം കൂടെ കാണിക്കണമെന്നില്ല, അതുകൊണ്ട് കൊടുത്തു എന്നുള്ളതേ ഉള്ളൂ. സോ എന്നിട്ട് സേവ് ചെയ്യുക, കമ്പൈൽ ചെയ്യുക. ബെറ്റർ സേവ് ഇറ്റ് ഇൻ സം അതർ നെയിം. ഇപ്പം വരുന്നുണ്ടോ? മാം വരുന്നില്ല. ഷുവർട്ടാ. ആക്ച്വലി ജസ്റ്റിന്റെ കേസില് ഇവിടെ അതിനകത്ത് വേറെ പ്രശ്നം ഒന്നും കാണുന്നില്ല. മൈക്ക് ടെക് ഓക്കെയാണ്, അതിനകത്ത് ബീമർ ഉണ്ട്. ആക്ച്വലി ഐ ഡോണ്ട് നോ വാട്ട് ഹാപ്പൻഡ്. നമുക്ക് നോക്കാം. സോ ഐ ഷാൽ ഓൾസോ എക്സ്പ്ലോർ ദ റീസൺ ഫോർ ഗെറ്റിംഗ് ദാറ്റ് wrong compile or error message over there. അവിടെ താഴെ വന്നിരിക്കുന്ന മെസ്സേജ് എന്താ? അത് കമ്പൈൽ ചെയ്യുമ്പോൾ താഴെ വന്നിരിക്കുന്ന മെസ്സേജ് എന്താ? മെസ്സേജസിനകത്ത് താഴെ വന്നിരിക്കുന്ന എന്താ? പ്രോസസിംഗ് ആണ് കാണിക്കുന്നത്, പക്ഷേ പ്രോസസിംഗ് കഴിഞ്ഞപ്പോഴും ഒന്നും കാണുന്നില്ല, ബ്ലാങ്ക് പേജ് ആണ്. അപ്പൊ പിന്നെ ആ ബിഗിൻ ഫ്രെയിം എൻഡ് ഫ്രെയിമിനകത്ത് ഒന്നും കാണത്തില്ലായിരിക്കും. എന്തെങ്കിലും ഒന്ന് മേക്ക് ടൈറ്റിൽ ഉണ്ടോ? ഉണ്ട്. ഒരു ഫ്രെയിമും കൂടെ യൂസ് തീം അടിക്കേണ്ട ആവശ്യമുണ്ടോ? അടിച്ചു. യൂസ് തീം അടിച്ചാലും അടിച്ചില്ലെങ്കിലും ഡിഫോൾട്ട് വന്നേക്കും. ഇപ്പൊ ഏതായാലും തൽക്കാലം ഒരു യൂസ് തീമും കൂടെ അടിച്ചോ. മാം ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ. ഓക്കെ. ബാക്കി ആർക്കെങ്കിലും എന്തെങ്കിലും ഇതേ പ്രശ്നമുള്ള ആൾക്കാർ ഇനിയുണ്ടോ? ഈ നമ്മുടെ ടെക് വർക്സിൽ, അതായത് എഡിറ്ററിന്റെ താഴത്തെ ഒരു എറർ വാർണിംഗ്സ് എന്നുള്ള ഒരു ഔട്ട്പുട്ടിന്റെ അവിടെ കാണിക്കും എന്താണ് എറർ എന്നുള്ളത്. അത് നോക്കിയാൽ നമുക്ക് ട്രാക്ക് ചെയ്തിട്ട് എന്താണ് പ്രോബ്ലം എന്നുള്ളത് ഐഡന്റിഫൈ കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പം ജസ്റ്റിന് അവിടെ പ്രോസസ്സിംഗ് കഴിഞ്ഞിട്ട് ഒരു ബ്ലാങ്ക് എന്താണ് ഔട്ട്പുട്ട് ആണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ ആ ബ്ലാങ്ക് ഔട്ട്പുട്ട് വരാനുള്ള റീസൺ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഏതെങ്കിലും കമാൻഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈറ്റിലോ ഓതറോ അതെന്തെങ്കിലും കംപ്ലീറ്റ് ആയിട്ട് റീഡ് ആവാത്തതോ എന്തെങ്കിലും ആയിരിക്കും. അപ്പൊ ഒന്നുകൂടെ ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഏതായാലും ജസ്റ്റിന്റെ എറേഴ്സ് ഒക്കെ ഒരുമാതിരി മാറിയിട്ടുണ്ട്. സോ പ്ലീസ് ഡു കമ്പൈൽ ഇറ്റ് അഗെയിൻ ആൻഡ് ചെക്ക് വെദർ യു ഗെറ്റ് ആൻ ഔട്ട്പുട്ട് ഓർ നോട്ട്. Put a use theme, put a theme, a particular theme, then just type in one more slide. ഒറ്റ സ്ലൈഡും കൂടെ നോക്കും. ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പ് എനിക്ക് ഒന്നുകൂടെ ഒരു കാര്യം കൂടെ ഒന്ന് പറയാനുള്ളത്. ഇതിനകത്ത് ഈ ബീമർ പ്രസന്റേഷനകത്ത് വി ഹാവ് ജസ്റ്റ് മെയ്ഡ് എ പെർട്ടിക്കുലർ വെരി സിമ്പിൾ ബീമർ പ്രസന്റേഷൻ. And just to show you what are all the main features of this beamer presentation,
And some of you have certain problems regarding this output. Now I shall also make out that problem, and I shall also try to explore the solutions with respect to that problem, and so that let me also see what is the final solution for that particular problem, to eliminate that particular problem. So adu njanum kuda nokam. Then one task that can be given is, please do type in a few references in this Beamer presentation and try to cite those references at some point of your Beamer presentation. ഇന്നലെ നമ്മൾ റെഫറൻസ് ടൈപ്പ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു. ആർട്ടിക്കിളിനകത്ത് we have typed in a few references and we have made the citation possible at some point of the text. The same thing can also be done in a Beamer presentation. So please do the same command. Please type the same command here as a separate frame and see what you are getting. So the article already ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതിനകത്തോട്ട് കൊടുക്കാഞ്ഞത്. So you can explore that feature by yourself. Same thing, കമാൻഡ്സിനും എല്ലാം ഒരു മാറ്റവും വരുന്നില്ല. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ഇവിടെ ഈ കേളി ബ്രേസസ് എന്ന് പറഞ്ഞാൽ ടെക്കിന്റെ ഇൻബിൽഡ് കമാൻഡ് ലൈൻ ആണ് ആ കേളി ബ്രേസസ് വരുന്നത്. സോ ആ കേളി ബ്രേസസ് നമ്മൾ വെറുതെ കണ്ടിട്ട് കേളി ബ്രേസസ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ നോട്ട് ഗെറ്റ് ദീസ് കേളി ബ്രേസസ്. നമ്മളൊരു കേളി ബ്രേസസ് വെറുതെ ടൈപ്പ് ചെയ്യുവാണെങ്കിൽ യു ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ദ കേളി ബ്രേസസ്. ആ കേളി ബ്രേസസ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ദിസ് ഇസ് ദ ഓപ്ഷൻ. ദിസ് ഇസ് ഓപ്ഷൻ. ഞാൻ ഇവിടെ ഒരു ഹൈലൈറ്റ് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ നോക്കുക. ഇവിടെ എനിക്കൊരു കേളി ബ്രേസസ്, ഞാൻ എൻ്റെ ടെക്സ്റ്റിനകത്ത്, ഫൈനൽ ടെക്സ്റ്റിനകത്ത്, ഇഫ് ഐ വോണ്ട് കേളി ബ്രേസസ് then I should type like this, backslash, then left curly braces, then when after typing the particular text again backslash, the next curly brace, and you can see one more curly brace here. That curly brace is a part of this f box. F box എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഒരു ബോക്സ് ടൈപ്പിൽ ജനറേറ്റ് ചെയ്യാനായിട്ടാണ് f box എന്നുള്ളൊരു കമാൻഡ് ഉപയോഗിക്കുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ കറസ്പോണ്ടിങ് കമാൻഡ് ആയിരുന്നു അത്. ബാക്ക്സ്ലാഷ് എഫ് ബോക്സ്, ഡോക്യുമെന്റ് ക്ലാസ്, ഓപ്ഷൻ, ദെൻ ഐ ഹാവ് ഹിയർ ദ കേളി ബ്രേസസ്. ഈ കേളി ബ്രേസസ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്ക്സ്ലാഷ് കേളി ബ്രേസ്. സോ വെനെവർ യു വോണ്ട് എ പെർട്ടിക്കുലർ കമാൻഡ്, ഇപ്പൊ ബാക്ക്സ്ലാഷ് നമ്മൾ വെറുതെ ബാക്ക്സ്ലാഷ് അടിക്കുമ്പോൾ ബാക്ക്സ്ലാഷ് ഇസ് എ പാർട്ട് ഓഫ് ദ കമാൻഡ്. ബാക്ക്സ്ലാഷ് ഇസ് actually a part of the command. So if you want to have backslash, ഇവിടെ കണ്ടോ, ഇവിടെ എനിക്ക് backslash എന്നുള്ളത് ഞാൻ ടൈപ്പ് ചെയ്തു. So to get that backslash getting typed, you have to use the command backslash text backslash or backslash. ഈ ടെക്സ്റ്റ് വേണമെന്ന് തന്നെയില്ല, backslash then type backslash. So that can get you a backslash in your document. So these are different ways of using LaTeX. The rest you can explore by yourself. Then errors വന്നവർക്ക് ഞാനും കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ആ എറർ സോർട്ട് ഔട്ട് ചെയ്യാൻ ഞാനും കൂടെ ഒന്ന് ട്രൈ ചെയ്യട്ടെ. പെട്ടെന്ന് ആ എറർ ഒന്ന് ഓവർകം ചെയ്യാനുള്ള ഒരു ടിപ്പ് ഒന്നും എനിക്ക് പറയാൻ പറ്റുന്നില്ല. സോ ഐ ഷാൽ ഓൾസോ ട്രൈ ദാറ്റ് എറർ, ഓവർകം ദാറ്റ് എറർ ബൈ മൈസെൽഫ്. എന്നിട്ട് ഔട്ട്പുട്ട് കിട്ടുമ്പോൾ ഞാൻ അനുവിനോട് പറയാം, അനുവിനോട് അല്ലെങ്കിൽ അമൽ സാറിന്റെ അടുത്ത് പറയാം, അവർ നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യും. ഏതായാലും ഒരു എറർ വന്നു എന്ന് കരുതി ഇതൊന്നും ഉപേക്ഷിക്കരുത്. Beamer is a very powerful tool for presentation. So I am also here. So at any point of time, if you want any help regarding this one, and again, I don't claim that I am an expert in this field, but still I can help you to my maximum possible extent. Any other queries, or shall we wind up? I shall share all the links. ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന ലിങ്ക്സ് ബീമറിന്റെ ബീമർ
എന്താണ് യൂസർ ഗൈഡ് എവറിത്തിങ് ക്യാൻ ബി ഷെയർഡ്. ഞാനിതെല്ലാം നിങ്ങൾക്ക് അയച്ചു തരാം. സോ അതിനകത്ത് ആ ലിങ്ക്സ് ഷെയർ ചെയ്തിരിക്കുന്നതിനകത്ത് ഐ ക്യാൻ ഷോ യു ദ സോഴ്സ് ഫയൽ ഓൾസോ. ആ ലിങ്ക്സ് ഷെയർ ചെയ്തിരിക്കുന്നത് ഇറ്റ് ഈസ് വെരി ഈസി ടു ഷെയർ എ ലിങ്ക് ടു എ ലാറ്റക്സ് ഡോക്യുമെന്റ്. ഇത് നോക്കിക്കേ, ഇത് ഞാൻ നിങ്ങൾക്ക് ലിങ്ക്സ് ഷെയർ ചെയ്യാൻ ചോദിച്ചു. ഇത് ലിങ്ക്സ് ആണ്. ആ ലിങ്ക്സിന്റെ ഒരു സോഴ്സ് കോഡാണ് ഈ ലെഫ്റ്റിൽ കാണുന്നത്. സോ നമ്മുടെ റിപ്പോർട്ടിനകത്ത് നമുക്ക് ലിങ്ക്സും കൊടുക്കാൻ പറ്റും. യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ ലിങ്ക്സും കൊടുക്കാൻ പറ്റും. ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളോട് കുറച്ച് കെമിസ്ട്രി ടൈപ്പ് ചെയ്യാനുള്ള കുറച്ച് പാക്കേജസ് പറഞ്ഞിരുന്നു. ആരെങ്കിലും നോക്കിയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഓൾ ദീസ് തിങ്സ് ക്യാൻ ബി എക്സ്പ്ലോർഡ്. കെം ഫോർമുല അല്ലേ മാം പറഞ്ഞിരുന്നു? അതെ അതെ അതെ. കെം ഫോർമുല, കെം ഫിഗർ, കെം മാക്രോസ്, MH കെം, അങ്ങനെ കുറച്ച് പാക്കേജസ് ഒക്കെ ആവശ്യം വരുമ്പം ഏതാണ് ഹാൻഡി ആയിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ലാറ്റക്കിനകത്ത് നമ്മൾ ചെയ്യുന്നുള്ളൂ. Okay, I shall share all these things with you. Anything else? So Justin, number ആണോ ചോദിച്ചിരിക്കുന്നത്? Can you share your number? This is my mobile number. മാം നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാറായി അല്ലേ? യെസ് സർ. ഓക്കെ. സോ നമ്മള് ഒരു കൺക്ലൂഷന് മുമ്പായിട്ട് ഒരു ഡിസ്കഷൻ എന്ന് പറയാനുള്ളത്, നമ്മുടെ ലാറ്റക്കിന്റെ വർക്ക്ഷോപ്പ് ഒരു 3 ദിവസം കൊണ്ട് എന്തായാലും തീരില്ല എന്നുള്ളത് നമുക്കറിയാലോ. അപ്പം എന്തായാലും നമ്മൾ ഇതിനകത്ത് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഈ അവൈലബിൾ പാക്കേജസ് പിന്നെ അപ്ഡേറ്റ് ചെയ്യാൻ നോക്കുക നമ്മൾ നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്ത മൈടെക്കില്. പിന്നെ നമുക്ക് ഈ ഒരു ഓവർലീഫ് എന്നുള്ള സോഴ്സ് കമ്മ്യൂണിറ്റി ഉണ്ട്, സെർച്ച് ചെയ്യാനും ഡൗട്ട് ഡിസ്കസ് ചെയ്യാനെന്നുണ്ടെങ്കിൽ ടീന മാം ഉണ്ടാവും, നമ്മുടെ കോളേജിലെ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. അപ്പം നമുക്ക് കൂടുതൽ ഫർദർ ഡീറ്റെയിൽസും മിസ്സുമായിട്ട് ഇന്ററാക്ട് ചെയ്യാം. നമുക്കൊരു ലാറ്റക് കമ്മ്യൂണിറ്റി എന്നുള്ള രീതിയിൽ നമുക്ക് ഫർദർ ആയിട്ടുള്ള ഡോക്യുമെന്റേഷൻ പ്രിപ്പറേഷൻസ് ഒക്കെ ഈ രീതിയിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് പോകാമെന്ന് വിചാരിക്കുന്നു വരുന്ന ഈ സെമസ്റ്ററിലെ പ്രിപ്പറേഷൻസിനൊക്കെ. അപ്പം ഞാൻ ഫെമിന മിസ്സിനെ ഇൻവൈറ്റ് ചെയ്യുന്നു ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാനായിട്ട്. Good evening, all of you. Good evening, Tina. Good evening, teacher. എന്താ പറയാ, ഞാനൊരു ലാറ്റക് കോഴ്സിന് വേണ്ടിയിട്ട് പറഞ്ഞപ്പോൾ തന്നെ ടീന എന്നോട് എഗ്രി ചെയ്യുക ചെയ്തത്. അപ്പൊ തന്നെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് കുട്ടികളുടെ സമയം നോക്കിയിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും ഡിലേ വന്നത്. എന്നാലും ഇത്രയും കുട്ടികൾ ഇതിനകത്ത് പ്രസന്റ് ചെയ്തതിലും ഭയങ്കരമായിട്ട് നന്ദിയുണ്ട്. ഇത്രയും പേര് ഇതിനകത്ത് ജോയിൻ ചെയ്യാൻ ഇൻട്രസ്റ്റ് കാണിച്ചല്ലോ. ഒന്നാമത് സീരീസ് അടുത്ത് വരുന്ന സമയമാണ് അവർക്ക്. എന്നാലും ഒരു ഇത്രയും ഇൻട്രസ്റ്റ് കാണിച്ചതിലൊരു ഇതുണ്ട്. ഞാൻ ടീനയോട് എന്താ പറയാ, ഭയങ്കര നന്ദിയുണ്ട്. ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരുന്നു ലാറ്റക്കിന്റെ ഒരു കോഴ്സ് നടത്തണമെന്ന്. മനസ്സിലായില്ലേ? അപ്പൊ ഞാൻ ലാറ്റക്കിൽ ചെയ്ത് തുടങ്ങിയപ്പോ തൊട്ട് എനിക്കൊരു ആഗ്രഹം തോന്നിയതാണ്. എല്ലാവരും ലാറ്റക്ക് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് വേണ്ടി തന്നെ 2 ദിവസം മാറ്റി വെച്ചു. പക്ഷെ എന്നിട്ട് എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല 2 ക്ലാസ്. പിന്നെ എന്തായാലും കുട്ടികൾക്ക് ഇത് ഭയങ്കര ഉപയോഗം ഉണ്ടായിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈവൻ ഹയർ സ്റ്റഡീസിന് പോയില്ലെങ്കിൽ തന്നെ അവർക്കൊരു റിപ്പോർട്ട് കൊടുക്കാനായിട്ടും പ്രസന്റേഷൻസ് ഉണ്ടാക്കാനും ഏത് ജോലിക്ക് പോയാലും ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ടൂളായിരിക്കും. അപ്പം ഇവരെല്ലാവരും ഇതിനകത്ത് എക്സ്പെർട്ടൈസ് ആവട്ടെ അല്ലേ ജിന? അതെ അതെ, തീർച്ചയായും. നമുക്ക് ഇനിയുള്ള പ്രസന്റേഷൻസിനകത്തും റിപ്പോർട്ട് പ്രിപ്പറേഷനൊക്കെ നമുക്കിതൊന്ന് മനസ്സിലാക്കാം. അവരത് അതിനകത്ത് എങ്കിൽ മാത്രമേ അവരത് യൂസ് ചെയ്യുള്ളൂ. നമ്മൾ കോഴ്സ് കൊടുത്താൽ മാത്രമേ ചെയ്യുള്ളൂ. അസൈൻമെന്റ്സും വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ആക്കാം അല്ലേ ടീന? പറ്റുമോ?
തീർച്ചയായിട്ടും പറ്റും, എല്ലാം പറ്റുന്നേ ഉള്ളൂ. ഞാൻ കോളേജിലെ ഏത് ഡോക്യുമെന്റും ടൈപ്പ് ചെയ്യുന്നത് ലാറ്റക്ക് തന്നെയാണ്. ലാറ്റക്കില് എക്സ്പേർട്ട് ആയതുകൊണ്ടല്ല, പക്ഷെ ലാറ്റക്ക് കൂടുതൽ പഠിക്കാൻ വേണ്ടിയിട്ട് കൈ കിട്ടുന്ന എല്ലാ ഡോക്യുമെന്റും ലാറ്റക്കിൽ ടൈപ്പ് ചെയ്യാൻ നോക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ നിങ്ങൾക്ക് ഇതെല്ലാം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റും ഡെഫിനറ്റ്ലി. എനിക്ക് തോന്നുന്നത് നമ്മളെക്കാട്ടി കൂടുതൽ വിവരം ഈ ഫീൽഡിലൊക്കെ ഉള്ളത് നമ്മുടെ കുട്ടികൾക്ക് തന്നെയാണ്. അപ്പം നമ്മൾ ചെയ്യുന്നതിനെക്കാട്ടി 100 times ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റും. എല്ലാരും അത് തന്നെ. മറ്റേ ഞാൻ പണ്ടൊരു ഇലക്ട്രിക്കലിൽ ഒരു ലാറ്റക്കിന്റെ കോഴ്സ് നടത്തിയിരുന്നു. അപ്പൊ സാറിന്റെ തിസിസ് അതിനകത്ത് തിസിസ് അല്ല, അസൈൻമെന്റ് ലാറ്റക്കിൽ സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഒരാഴ്ച സമയം, ആരും ഹെൽപ്പ് ചെയ്യാനുണ്ടായിരുന്നില്ല. സാർ ഒരാഴ്ച ഉറപ്പ് കഴിഞ്ഞ് നിന്നാണ് ലാറ്റക്ക് പഠിച്ചതെന്ന് പറഞ്ഞു. ലാറ്റക്കിന്റെ 3 ദിവസത്തെ കോഴ്സ് 3 ദിവസം ഫുള്ളുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ വർക്ക്ഷോപ്പ് ബ്ലോക്കില് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇലക്ട്രിക്കൽ ഡിപ്പാർട്ട്മെന്റ് ചെയ്യുന്നത്. അപ്പൊ സാറ് പറഞ്ഞതാണ്, നമുക്ക് പറ്റാത്ത കാര്യങ്ങളൊന്നുമില്ല, ബേസിക് കാര്യങ്ങൾ പഠിക്കുക. ഒരു ഇനിഷ്യേറ്റീവ് ഞങ്ങൾ ഇട്ട് വന്നിട്ടുണ്ട്, എടുത്ത് ഇനി അവര് അതിനകത്ത് ചെയ്ത് പഠിക്കട്ടെ അല്ലേ? അതെ, തീർച്ചയായും. എന്താ പറയാ, ടീന ഇതിന് ഇത്രയും സമയം സ്പെൻഡ് ചെയ്തതില് ഭയങ്കരമായിട്ട് നന്ദിയുണ്ട് കേട്ടോ. ഞാനൊരു ആവശ്യം പറഞ്ഞു, അത് ഏറ്റവും കൂടുതൽ അത് ഉത്സാഹത്തോടെ കൈയെടുക്കുകയും ചെയ്തു. അത് ഇത്രയും നല്ലതായിട്ട് പ്രസന്റ് ചെയ്യുകയും ചെയ്തതിൽ, കൊടുക്കുകയും ചെയ്തതിൽ നന്ദിയുണ്ട്. പിന്നെ സ്റ്റുഡൻസിന് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ ഇതിനകത്ത്? എല്ലാരും ബെനിഫിറ്റഡ് ആയി എന്ന് വിശ്വസിക്കാമല്ലോ അല്ലെ? മാം, നമ്മളൊരു 3 പേരുടെ ഒരു ഫീഡ്ബാക്ക് കേട്ടാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു. 3 സ്റ്റുഡൻസിന്റെ സൈഡിൽ നിന്ന്. Hello. പറഞ്ഞോ. Miss, ഞാൻ second year ആണ്. So ഇത് like papers ഒക്കെ ആയിരുന്നു, it's something very new to us. So till now നമുക്ക് MS Word മാത്രം ഉണ്ടായുള്ളൂ, and it's very inconvenient when we look at all compared to this. So knowing about this software and what we actually have in this, it's like really helpful for us. And thank you so much for spending some of your time. I mean, it's very helpful. It's Manu, this is very easy to compare documents and all, because while comparing with thesis only, I was feeling that when that index page and all, it is very difficult to come from. Word means if we want to add something, means it will remove, but we have to know it in the right way. That we should learn in the right way. That's why I faced some difficulties, because I prepared it with someone else's format and all. That's why some mistake is coming. I was very difficult to rectify that one. So that's why I want to learn it from the basic. That's the way I need Tina to conduct our course like that. Anyway, Tina, I am very happy. Okay, you tell your opinion. So that's it, ma'am. That's very. Thank you so much, ma'am, again for spending some of your time. Thank you. Somebody else can share. Madhavan, can you tell something about the workshop? Good evening, everyone. Thank you for the opportunity. First of all, this workshop was a very helpful thing for us, because we are in our project session and we need to include many equations and all. But in MS Word, there is an incompatibility of using these equations. We need to create an equation and all. That's very hard. Comparing with this, this is so much easier, and this will be helpful in our future comments. Thank you. Thank you, Madhavan. Neha, can you share a few words? Third year ഉണ്ടാവുമല്ലോ, third year ആണല്ലേ? അതെ madam. Good evening, sir. Good evening, yes. I'm pretty sure majority of us didn't know that such an application existed till now. So I'm very happy, because this will make our work much easier, and we thank Tina ma'am for teaching us this. So yes, thank you. Okay, thank you.
And on all 3 days, our Professor Manikandan sir attended the session. Sir, if you could spare a few words, it would be helpful, if it's fine. So, good evening, Tina ma'am and Femina ma'am. Actually, I'm attending this course in spoken tutorial. Like, it is available in NPTEL. So, already started doing that long 2 months back. Point for me. So, was actually a refreshing for this initiative. Actually, department was suffering from short of programs. So, for students, they are actually continuing with their request for discussing various students programs. Are actually so. Let this be the start. So we hope more programs will be conducted to students from the from various sections. Thank you, Tina. Thank you so very much, much. Anu എന്തെങ്കിലും പറയാനുണ്ടോ? Tinയുടെ ക്ലാസ്സിൽ എക്സ്പെർട്ടൈസ് ആയിരുന്നില്ലേ? മാം വളരെ നല്ലൊരു സെഷൻ തന്നെയായിരുന്നു. വെച്ചാൽ മാം അതിന് വേണ്ടിയിട്ട് നല്ലൊരു പെയിൻഫുൾ വർക്ക് തന്നെ എടുത്തിട്ടുണ്ട് ഇതിനകത്ത്. പക്ഷെ നമുക്കറിയാവുന്നതാണ്, തീരില്ല എന്തായാലും ഇത്രയും ഒരു ഷോർട്ട് പീരീഡിനകത്ത്. ഒരു ചലഞ്ചാണത്. ശരിക്കും പറഞ്ഞാൽ മാം നല്ലോണം അത് എക്സ്പ്ലോർ ചെയ്ത് കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് മാക്സിമം. അപ്പൊ അത് നമുക്ക്, ഞാനും ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടുമ്പോഴും നമുക്ക് കാണുന്ന ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് നല്ലൊരു ഫീലിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ മാമിന്റെ ഒരു എഫേർട്ട്. താങ്ക് യു മാം. അപ്പം കോണ്ടാക്ട് ചെയ്യാം മാം, നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം ഡീറ്റെയിൽസ് എന്നുള്ള വിചാരിക്കുന്നു. താങ്ക് യു വെരി മച്ച്. സംശയമുള്ളവർക്ക് എന്ന് വെച്ചാൽ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ ഞാൻ ഹെൽപ്പ് ചെയ്യാം. എന്തെങ്കിലും സംശയമുള്ളവർക്ക് ഒന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. ജസ്റ്റിന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് ഒന്നിച്ച് ട്രൈ ചെയ്യാം. സീരീസ് കഴിഞ്ഞിട്ട് നമുക്കിത് അതിന്റെ എറർ എങ്ങനെയാ നമുക്കൊന്ന് മാറ്റുന്നതെന്ന് നമുക്ക് ഒന്നിച്ച് എക്സ്പ്ലോർ ചെയ്യാം. എന്താണെങ്കിലും ജസ്റ്റിന്റെ ആദ്യത്തെ പ്രസന്റേഷൻ ബീമറിൽ ചെയ്യണം. ജസ്റ്റ് മാത്രമല്ല എല്ലാവരും. Thank you, Manu, for your beautiful words. Thank you all my dear students for your cooperation. So it was great being with you for the 3 days. കുറച്ച് എൻ്റെ പാർട്ടിയിൽ നിന്ന് ഞാൻ കുറച്ച് എഫേർട്ട് ഇട്ടു, അത് ഡെഫിനറ്റ്ലി. അപ്പൊ എൻ്റെ കുട്ടികളുടെ കൂടെ നിന്ന് ഒരു കാര്യം പുതുതായിട്ട് ചെയ്യുമ്പോഴത്തേക്ക് എനിക്ക് അത് ഭയങ്കര സന്തോഷമായിരുന്നു. സോ താങ്ക് യു ഓൾ ഫോർ യുവർ കോപ്പറേഷൻ. സോ ഹോപ്പ് ടു മീറ്റ് യു ഓൾ ഇൻ പേഴ്സൺ ഇൻ ഫ്യൂച്ചർ. Thank you. Thank you. Thank you all. Thank you all these students for your and thank you Anu, Amal and Femina teacher and Manikandan too. Okay. Thank you. Thank you all. Thank you very much for your cooperation. Thank you. Anu, leave the tech.